ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഗംഭീരമായിരുന്നു. വളരെ നല്ലതായിരുന്നു. എല്ലാ പാർട്ടികളിലും നല്ല അടിപൊളിയായിട്ട് കൊട്ടിക്കലാശപ്പ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. നന്നായിരുന്നു. പക്ഷെ വോട്ട് കൊടുക്കുന്നത് ആളുകൾ തീരുമാനിക്കുന്നതാണ്. ആളിപ്പോൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ അവർക്ക് എന്താണോ കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതനുസരിച്ചായിരിക്കും വോട്ട് കൊടുക്കുന്നത്. അല്ലാതെ വോട്ട് കൊടുക്കാൻ പരിപാടിയില്ല. അപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന് റോഡ് ബ്ലോക്കായി വണ്ടി കിട്ടാതെ വഴി നിൽക്കുന്ന ജനങ്ങളെ എന്തായിരിക്കും അവർ തീരുമാനിക്കുന്നത്? അതൊരു വിഷയമാണ്. അപ്പൊ ഇന്നിപ്പോ കൊട്ടിക്കലാശം റോഡിലൊക്കെ നടക്കും, പ്രധാന ജംഗ്ഷനിലൊക്കെ നടക്കും എന്നും എല്ലാ പൊതുജനങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഈ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ്, ഇതിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ഒത്തിരി യുവജനങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ വന്ന വഴിക്കൊക്കെ വഴിയിൽ ബസ് കിട്ടാതെയൊക്കെ നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരിച്ചിരി അനുഭവിക്കട്ടെ അല്ലേ? അനുഭവിച്ചേ പറ്റൂ. നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ. അതുകൊണ്ട് മറ്റുള്ള ആളുകളെ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണ്. അതേസമയം ഗൾഫിൽ അങ്ങനെയൊക്കെയുള്ള രാജവാഴ്ചയുള്ള സ്ഥലത്താണെങ്കിൽ നിയമം കർശനമായിട്ട് പാലിക്കപ്പെടും. പക്ഷെ നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് നിയമം കർശനമായിട്ട് പാലിക്കപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളെ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അല്ല, നിയമം കർശനമായിട്ട് പാലിക്കുന്നത് ജനാധിപത്യത്തിന്, ഏകാധിപത്യത്തിന് അങ്ങനെയൊക്കെ ഉണ്ടോ? അതിപ്പം ആരായാലും ഇപ്പൊ രാജാവ് അലസനാണെങ്കിൽ അവിടെ നിയമം പാലിക്കപ്പെടുമോ? അവിടെ രാജാവ് അലസനാണെങ്കിൽ നിയമം പാലിക്കപ്പെടും. അങ്ങനെ നിയമം ലംഘിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേസമയം നമ്മുടെ പോലെയുള്ള ജനാധിപത്യ രാജ്യത്തിലാണെങ്കിൽ നിയമം ലംഘിക്കപ്പെടും. ഉദാഹരണത്തിന് തന്നെ സുപ്രീം കോടതി വിളപ്പിൽ ശാലയിൽ ചവറിടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം അന്ന് ഇവിടെ കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. അപ്പൊ അദ്ദേഹം സഹികെട്ട് പറഞ്ഞു, ഇവിടെ പൊതുജനങ്ങൾ ഇളകി നിൽക്കുകയാണ്, അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇവിടെ ചവറിടാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ചവറ് ഇടുന്ന പരിപാടി അവസാനിപ്പിച്ചു. ട്രിവാൻഡ്രം സിറ്റിയിലെ ചവറിടുന്ന പരിപാടി അവസാനിപ്പിച്ചു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും നമ്മളിവിടെ നടക്കുന്നില്ല. അതാണ് ജനാധിപത്യ രാജ്യത്തിന്റെ അവസ്ഥ. സുപ്രീം കോടതി പറഞ്ഞത് തന്നെയല്ലേ ഉമ്മൻചാണ്ടിയും പറഞ്ഞത്? ഭരണാധികാരികൾക്ക് പറയാനേ പറ്റൂ. ഇന്നിപ്പോ കൊട്ടിക്കലാശത്തിന് റോഡ് ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്ത് നമ്മളത് അനുഭവിക്കുകയും യാത്രക്കാർ അനുഭവിക്കുകയും മാർഗമുള്ളൂ. ബസ്സിലായാലും കാറിലായാലും പോകുന്ന യാത്രക്കാരെ അനുഭവിച്ചേ പറ്റൂ. ഞാൻ കണ്ടത് രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റോഡുകളിൽ സുഗമമായിട്ട് ഗതാഗതം ഉറപ്പുവരുത്തേണ്ട പോലീസാണ് പൊതുജനങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, റോഡ് ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് ഈ കൊട്ടിക്കലാശത്തിന് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും സമ്മതിക്കാത്ത ഇലക്ഷൻ കമ്മീഷന്റെ വണ്ടികളും അതെല്ലാം കണ്ട് മാറി നിൽക്കുന്ന പൊതു റോഡെന്ന് പറഞ്ഞാൽ അത് പൊതു സ്ഥലം തന്നെയല്ലേ? പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റാത്ത പോകുന്നതാണോ അതോ ആ റോഡെ ബ്ലോക്ക് ആക്കുന്നതാണോ ഏറ്റവും വലിയ ഒരു കുറ്റം? റോഡ് ബ്ലോക്കാക്കി, അത് ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു സ്വഭാവമാണ്. അല്ല, മറ്റൊന്നും നമുക്ക് ചെയ്യാൻ, പോലീസിനോ ജനങ്ങൾക്കോ ഭരണാധികാരികൾക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര നടപടികൾ സ്വീകരിച്ചാലും ഒരു കാരണവശാലും അത് വിജയിക്കാൻ പോകുന്നില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ബ്ലോക്ക് ആക്കുന്നു, പൊതുസ്ഥലത്ത് ബാനർ കെട്ടുന്നു, കൊടികൾ കെട്ടുന്നു, തോരണങ്ങൾ കെട്ടുന്നു. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും കിട്ടുന്നില്ലേ? കുറച്ചൊക്കെ അതിന് നിയമത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. പൂർണ്ണമായും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോഴിക്കോടിനെ കുറിച്ചൊരു വാർത്ത ഞാൻ കേട്ടത്, കോഴിക്കോട് എല്ലാ കക്ഷികളും കൂടി ഒരുമിച്ചിരുന്ന് കളക്ടറുടെ കൂടെ ഇരുന്ന് തീരുമാനിച്ചു അവിടെ കൊട്ടിക്കലാശം വേണ്ട എന്ന്. അപ്പോൾ അതുപോലെയുള്ള നല്ല മാതൃകകൾ മറ്റുള്ളിടത്തും സ്വീകരിക്കുന്നതല്ലേ? അപ്പോൾ അവിടെ സാധിക്കുമെങ്കിൽ ഇവിടെയും സാധിക്കാൻ സാധ്യതയുണ്ടല്ലോ. കോഴിക്കോട് കൊട്ടിക്കലാശം നടന്നല്ലോ. അവിടെ കൊട്ടിക്കലാശം നടക്കുന്ന ഇപ്പൊ ടി വിയിൽ കണ്ടിട്ട് ഞാൻ വന്നതാണ്. അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാണിച്ചു കോഴിക്കോട്. അദ്ദേഹം ഇങ്ങനെ പരിവാരങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പ് റാലി നടത്തുന്നതെല്ലാം കാണിച്ചു. കോഴിക്കോട് അന്ന് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം
എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇനിയും ഇങ്ങനെ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമോ തെരഞ്ഞെടുപ്പ്? അതോ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പല്ലേ, മാറ്റം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പൊ അത് മാറ്റം, ചേഞ്ച് എന്ന് പറയുന്നത് വന്നുകൊണ്ടേയിരിക്കും. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. പണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കാം, പണ്ട് മുഗൾ ചക്രവർത്തിമാരാണ് ഭരിച്ചിരുന്നത്. പിന്നെ നമ്മൾ സമരമൊക്കെ ചെയ്ത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമായി. ഇനിയും അത് ചിലപ്പോൾ മാറ്റം വരും. പ്രകൃതി നിയമമാണല്ലോ ചേഞ്ച്. അപ്പൊ അത് ആ ചേഞ്ചിന് നമ്മൾ അടിമപ്പെട്ടവരാണ്. ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പും അതൊക്കെ കഴിയുമ്പോൾ ഒരു ഇന്ത്യ ഒരു രാജാവ് അതൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ വന്നുകൂടായികയില്ല, ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് വൺ ഇന്ത്യ വൺ മോദി എന്നാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്. അപ്പം അങ്ങനെ പല വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ എന്തെങ്കിലും ഒരു നയങ്ങൾ അടുത്ത ഒരു 5 കൊല്ലം സ്വീകരിക്കും, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട 1-2 നയങ്ങളോ ഒരു പദ്ധതികളോ ഈ സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്തെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഇപ്പം നിൽക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥി എല്ലാവരും വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. നമ്മൾ നോക്കുന്നത് രാജ്യത്തിനൊരു നാഥൻ വേണം, രാജ്യം പ്രബലമാവണം. അപ്പൊ രാജ്യത്തൊരു നാഥൻ വേണം, രാജ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ധാരാളം പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും അത് പരിഹരിക്കപ്പെടണം. അതിന് സമർത്ഥരായിട്ടുള്ള ഭരണാധികാരികൾ വരണം. വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം നന്നാവൂ. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഭരണം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള ഒരു ശരിയായ ദിശയിലായിരുന്നോ? അതോ അത് വേറെ എന്തെങ്കിലും ഒരു മാറ്റം ആ ഒരു ഭരണത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ആഗ്രഹിക്കുന്നില്ല. കാര്യം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മോദി ഗവൺമെന്റ് കൊണ്ടുവന്നു. രാഷ്ട്രീയ ചായ്വോടുകൂടി സംസാരിക്കുകയല്ല. നമ്മളൊക്കെ സ്വപ്നം കണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ വടക്ക് മുതൽ തെക്ക് പാറശാല വരെ നല്ലൊരു റോഡ് ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു ദേശീയപാത ഉണ്ടായി. അതിന് ഡൽഹിയിൽ നിന്ന് വടക്കോട്ട് പോയ 14 വരി പാതയാണ്. ഞാൻ പോയി കണ്ട ആളാണ്. ഡൽഹിക്ക് തെക്കോട്ട് വരുമ്പോൾ അത് ലോപിച്ച് 8 വരി, 6 വരി, 4 വരി, ഇവിടെ വരുമ്പോൾ 4 വരിയാവും. അപ്പം അങ്ങനെ ഒരു പാത നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ പാത വരുമ്പോൾ ആ പാതയുടെ 2 സ്ഥലത്തും ധാരാളം ബിൽഡിങ്സും കെട്ടിടങ്ങളെല്ലാം വരും. അപ്പോൾ അവിടെ ധാരാളം സ്ഥാപനങ്ങൾ വരും, അവിടെ ആളുകൾക്കെല്ലാം തൊഴിൽ കിട്ടും. അങ്ങനെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സ്വപ്നം കാണുന്നതാണ്. പക്ഷെ ഈ പറയുന്ന റോഡ് പദ്ധതി, അതായത് ഭാരതമാല പദ്ധതി, അതൊക്കെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ തുടക്കം കുറിച്ച പദ്ധതികളല്ലേ അതെല്ലാം? അതിനെ അദ്ദേഹം തുടർന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ആ ഒരു പദ്ധതിയിൽ നിന്നും വരുത്തിയിട്ടുണ്ടോ? ഭാരത്മാല പദ്ധതി ആവശ്യമാണ്. അതിപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ധാരാളം പുതിയ പുതിയ റോഡുകൾ വരുന്നുണ്ട്, നാഷണൽ ഹൈവേസ് വരുന്നുണ്ട്, റോഡുകൾ, തോടുകൾ, പാലങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതൊക്കെ വേണമല്ലോ. അപ്പൊ ആ രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഈ വന്ന ഭൂരിഭാഗം പദ്ധതികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസ്വത്തായിട്ടുണ്ടായിരുന്ന റോഡുകളെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തിട്ട് അവരതിനെ ഒരു കച്ചവടമായിട്ട് മാറ്റി അതിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെയൊക്കെ വിൽക്കുകയല്ലേ ചെയ്തത്. നമ്മുടെ ഉണ്ടായിരുന്ന റോഡിനെ വിറ്റു എന്നല്ലാതെ അതിനെ നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു സ്ഥലത്തെ വിൽക്കുന്നതിനെയൊക്കെ നമുക്കൊരു വികസനം എന്ന് പറയാൻ പറ്റുമോ? വിൽക്കുന്നതിന് ഒരിക്കലും വികസനം എന്ന് പറയാൻ പറ്റത്തില്ല. റോഡ് വെറുതെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിന് റോഡ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ചിലവുണ്ട്. ആ ചിലവ് നടത്തിയാൽ മാത്രമേ റോഡ് ഉണ്ടാവൂ, അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ റോഡ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ റോഡ് കണ്ടെത്താൻ പൈസ കണ്ടെത്തണം. ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ മുഴുവനും റോഡ് ഉണ്ടാക്കുന്നതിനുള്ള പൈസ നടത്തില്ല. അപ്പോൾ നല്ല റോഡ് ചെയ്തിട്ട് അവർ ടോള് പിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. ജനങ്ങളിൽ നിന്ന് പൈസ എടുത്താൽ മാത്രമല്ലേ വികസന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ വേറെ രാജ്യങ്ങൾ ആരെങ്കിലും കൊണ്ട് പൈസ തരും? അപ്പോൾ നമുക്കൊരു വികസനം വേണം. വികസനം വേണമെങ്കിൽ നമ്മൾ തന്നെ അതിൽ നിന്ന് പൈസ കണ്ടെത്തണം. അല്ല, വികസനത്തിന് ആവശ്യമായിട്ടുള്ള പണം
അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാത്തതുകൊണ്ടല്ലേ നമുക്കത് തികയാതെ വരുന്നത്. കാരണം ചില സംസ്ഥാനങ്ങളിൽ ഒന്നും ഈ ടോൾ റോഡ് എന്ന പദ്ധതി ഇല്ലല്ലോ. കാരണം ഡൽഹി സർക്കാർ തന്നെ സ്വന്തമായിട്ട് പൈസ മുടക്കിയല്ല, അത് അവർ മേൽപ്പാലങ്ങളൊന്നും പണിയുന്ന ടോള് പണിതിട്ടല്ലല്ലോ. അതുപോലെ തന്നെ പഞ്ചാബിലെ ടോൾ പ്ലാസകൾ പൂട്ടുകയാണെന്ന് പറഞ്ഞു. നേരത്തെ സർക്കാരുകൾ പണിത് വെച്ചിരുന്ന ടോൾ പ്ലാസകൾ പ്രൈവറ്റിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത് ജനങ്ങളിൽ നിന്ന് ആ ഭാരം ഒഴിവാക്കി കൊടുക്കുകയാണെന്ന് പറയും. അപ്പോൾ ചില സർക്കാരുകൾക്ക് സാധിക്കുന്നുണ്ട്, ചില സർക്കാരുകൾക്ക് അത് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു വികസനമാണ് എന്ന് പറയാൻ പറ്റുമോ? കാരണം ഞാൻ പറയുകയാണ്, നമുക്കിപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 10 സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ലോൺ എടുത്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെച്ച് പൈസ മുടക്കിയോ അതിനെ അവിടെ ഒരു ബിൽഡിംഗ് പണിതാൽ നമ്മളൊരു വികസനം നടന്നു എന്ന് പറയാം. അതേസമയം നമ്മൾ ആ സ്ഥലം വിറ്റ് കഴിഞ്ഞിട്ട് പുതിയ പാർട്ടി മേടിച്ചവൻ കാശുകാരനായിരുന്നു, അവൻ അവിടെ വലിയ ബിൽഡിംഗ് വെച്ചു, അവൻ ഒത്തിരി വാടക മേടിക്കും. അപ്പോൾ അതിനെ നമ്മൾ വികസിച്ചു എന്ന് പറയാൻ പറ്റുമോ? അത് അവൻ പുതിയ പ്രൈവറ്റ് വ്യവസായി വികസിച്ചു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വ്യവസായി വികസിച്ചു എന്നേ പറയാൻ പറ്റൂ. ഇപ്പൊ വ്യവസായിക്ക് പൈസ ഉണ്ടായത് എങ്ങനെ? പണം കായ്ക്കുന്ന മരം എങ്ങും ഇല്ലല്ലോ, അത് ഉലുക്കിയിട്ട് പണം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്നുകിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻഗാമികള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനം അതായിരിക്കും ഈ വ്യവസായി ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയത്തിലും ഭയങ്കരമായ ഒരു ആരോപണം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം കിട്ടിയിരിക്കുന്നത് അദാനി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇയാൾക്ക് ഈ പൈസ ഒന്നും ഇയാളുടെ പൈസ അല്ല. ഇയാൾക്ക് വേണ്ടി ഇതെല്ലാം ലോണായിട്ട് കൊടുത്തിരിക്കുകയാണ് ബാങ്കുകൾ. അത് ഏത് ബാങ്കുകളാണ്? നമ്മുടെ പൊതുജനങ്ങളുടെ സ്വത്തുക്കളായ സ്റ്റേറ്റ് ബാങ്ക്, അതുപോലുള്ള പൊതുമേഖലാ ബാങ്കുകൾ അളവില്ലാതെ, അതുപോലെ LIC പോലും, നമ്മൾ ഇൻഷുറൻസിന് നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ പോലും, അതിൽ നിന്ന് പോലും ഇദ്ദേഹത്തിന് കണ്ടമാനം പൈസ കടം കൊടുത്തിരിക്കുന്നത്. ആ പൈസ വെച്ചിട്ടാണ് ഈ റോളിങ് നടക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പൈസ എന്ന് പറയാൻ പറ്റുമല്ലോ. ഈ ലോൺ എടുക്കണമെങ്കിൽ നമ്മുടെ സർക്കാരിന് തന്നെ നേരിട്ട് അങ്ങ് എടുത്ത് നടത്താവുന്ന പറ്റുകയായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒരു ഭീഷണിയല്ലേ അത്? ജനാധിപത്യ രാജ്യമല്ലേ, നമ്മള് പല കാര്യങ്ങളും സഹിച്ചാലേ പറ്റൂ. പല കാര്യങ്ങളും ചിലപ്പോ ഇപ്പൊ ഒരാൾ വിചാരിച്ചാൽ, അദാനി പോലെയുള്ള ഒരാൾ വിചാരിച്ചാലേ തുറമുഖങ്ങൾ അതും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ. അല്ല സാധാരണക്കാർ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് ഇന്ത്യ ഭരിക്കാനായിട്ട് ഒരാളേ ഉള്ളൂ, മോദിജി. അതായത് 140 കോടി ജനങ്ങളിൽ കഴിവുള്ള ഒരു മനുഷ്യനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ഇതിലെത്തി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ പദ്ധതികൾ എന്തെങ്കിലും നടത്തണമെങ്കിൽ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അത് അദാനി. അപ്പം അത് നമ്മൾ ബാക്കിയുള്ള ജനങ്ങളെ മൊത്തം വില കുറച്ച് കാണുന്നതല്ലേ? നമ്മളത് അങ്ങനെ ഒരിക്കലും എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അങ്ങനെ സംഭവിക്കാനായിട്ട്? അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവർക്കും വേണമെങ്കിൽ വരാം, പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂലല്ലോ. ഒരു കാര്യം ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി, നല്ല റിസൾട്ട് ആണെങ്കിൽ മാത്രമല്ലേ അയാൾക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അദാനി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വെച്ചിട്ടായിരിക്കും വീണ്ടും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അദാനി ചെയ്ത ഈയിടെയാണ് അത്. അദാനി പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം ആയതേ ഉള്ളൂ. ഈ മെഗാ പ്രോജക്റ്റുകളൊക്കെ തീരാൻ തന്നെ 10, 15, 20 വർഷങ്ങളെടുക്കും. അപ്പം അദ്ദേഹം നല്ല രീതിയിൽ പൂർത്തിയാക്കിയ പദ്ധതികൾ ഉണ്ടോ? അങ്ങനെ ഇപ്പം ഈയിടെയൊക്കെ ഞാൻ പത്രത്തിൽ കേട്ട വാർത്തകൾ, ഒരു വിമാനത്താവളം പണിതു, അത് മുഴുവൻ ചോരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കണ്ടത്. അതായത് പിന്നെ ഗുജറാത്തിൽ അദ്ദേഹം കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഉണ്ടാക്കി, വൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കി. പക്ഷെ അതിൽ കൽക്കരിയുടെ വില കൂട്ടിക്കാണിച്ച് സർക്കാരിനെ പറ്റിച്ചു, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് അദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ അദ്ദേഹം അതല്ലാതെ ഏതാണ് ഒരു നല്ലൊരു പ്രോജക്റ്റ് അദാനി ചെയ്ത് വൻ വിജയത്തിൽ എത്തിച്ച് നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പദ്ധതി നമ്മുടെ ഓർമ്മയിലുണ്ടോ? എടുത്തു പറയാൻ പറ്റുന്ന പ്രോജക്റ്റുകളൊന്നുമില്ല. പക്ഷെ ഈ ഗൾഫ് നാടുകളിലൊക്കെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു വർഷം കൊണ്ട് ഒരു പ്രോജക്റ്റ്, വൻകിട പ്രോജക്റ്റ് നടപ്പിലാക്കും, ഒറ്റ വർഷം കൊണ്ട്. പക്ഷെ ഇന്ത്യയിൽ 10, 15, 20 വർഷം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വിഷയമാണല്ലോ, അതൊരു തീർച്ചയായിട്ടും ഒരു വിഷയമാണ്. അവിടെ ഒരു വർഷം കൊണ്ട് നടക്കുന്ന കാര്യം ഇവിടെ 15 വർഷം 20 വർഷമായാലും നടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് നടക്കുന്നില്ല?
നടക്കുന്നില്ല. എൻ്റെ ഒരു കണക്കുകൂട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ലൈസൻസ് രാജായിരുന്നു. എന്ത് സാധനത്തിനും ലൈസൻസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് മുഴുവൻ ഭരണവും. അപ്പോൾ അവന് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുക. ആ ഒരു രീതിയിൽ നിന്ന് മൻമോഹൻ സിംഗ് അല്ല നരസിംഹറാവുവിൻ്റെ കാലം വന്നപ്പോൾ മാറ്റം വന്നു. അതിൽ നിന്ന് കുറച്ചൊക്കെ എങ്കിലും ആ അഴിമതി എന്നൊരു സംഭവം, അതായത് ഭരിക്കുന്നവൻ്റെ അടുത്ത് നിൽക്കുന്നവനെ ബെനിഫിറ്റ് ഉള്ളൂ, ഭരിക്കുന്നവനെ വിമർശിക്കുന്നവനോ ഭരിക്കുന്ന ആൾക്ക് സംഭാവന കൊടുക്കാത്തവനോ ആണെങ്കിൽ അവൻ്റെ കാര്യം കട്ടപ്പുക. അപ്പോൾ അങ്ങനെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ഇല്ല, ജെന്യുവിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇല്ല, എൻ്റർപ്രണേഴ്സ് ഇല്ല. അപ്പോൾ അതനുസരിച്ചുള്ള വിഭവശേഷികൾ വർദ്ധിക്കുന്നില്ല. അതായിരുന്നു കാരണം എന്നാണ്. അപ്പോൾ ആ ഒരു ദിശയിൽ വേണ്ട ഒരു പുരോഗതി ഉണ്ടാകാനായിട്ട്. പുരോഗതി നമുക്ക് വേണം. പുരോഗതി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും. രാജ്യത്തിന് പുരോഗതി വേണമല്ലോ. അതിപ്പോൾ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ചില നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ 100% പോസിറ്റീവായി മാത്രം പോകണം എന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം നടക്കൂല. അത് ജനാധിപത്യ രാജ്യത്തിൻ്റെ പോരായ്മയാണോ? അത് അഴിമതി അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഴിമതി വിരുദ്ധ ഏജൻസികൾ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളല്ലേ ഈ ഇഷ്ടപ്പെട്ടവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതും അദ്ദേഹം വിമർശിക്കുന്നവർക്കുള്ള അവരെ കൂടുതലായിട്ട് പീഡിപ്പിക്കപ്പെടുന്നതും ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അഴിമതി വിരുദ്ധ ഏജൻസികളുടെ ഒരു പോരായ്മയല്ലേ അത്. അപ്പം അത് ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റേഴ്സ് വരും, അത് വളരും എന്നല്ലേ നമുക്ക് തോന്നുന്നത്. അതാണ് നമ്മൾ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ കണക്ക് രാഷ്ട്രീയക്കാര് 99%, അതുപോലെ ഉദ്യോഗസ്ഥന്മാര് വളരെ കൂടുതലും അഴിമതിക്ക് കൂട്ടി നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ പല ആളുകളും അഴിമതിക്ക് കുട പിടിക്കുന്നുണ്ട്. നമ്മൾ ദിവസം പത്രം എടുത്ത് കാണുന്നതല്ലേ കുംഭകോണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വേലി തന്നെ വിളവ് തിന്നുമ്പോൾ നമ്മുടെ ആ രാജ്യത്തിന് പിന്നെ ചില വിഷയങ്ങളുണ്ടാവും. അത് ജനങ്ങൾ സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വിചാരിച്ച എല്ലാ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഉദ്യോഗസ്ഥന്മാർ പലരുണ്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ് ഏജൻസികൾ പലതുണ്ട്. എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നാൽ അതെല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം നല്ല പരിചയമുള്ളതാണ്. സ്ഥാനാർത്ഥികളെല്ലാം നല്ല ശക്തരാണ്. എല്ലാവരും നല്ല വർക്ക് ചെയ്യുന്ന ആളാണ്. നല്ലൊരു ത്രികോണ മത്സരമാണ്. സാധ്യത പ്രവചനാതീതമാണ്. LDF UDF കട്ടക്കി നിൽക്കുകയാണ്. അവരാരെങ്കിലും വരാനാണ് സാധ്യത കൂടുതൽ. BJP ഒരു പഴയ വോട്ടിംഗ് പാറ്റേൺ അവർ ഇന്നലെ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇവരുടെ ഈ 3 സ്ഥാനാർത്ഥികളും അടുത്ത ഒരു 5 വർഷം ഏതൊക്കെ പ്രശ്നത്തിൽ ഏതൊക്കെ നിലപാടാണ് സ്വീകരിക്കുക എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അതൊക്കെ അങ്ങനെ വ്യക്തമായി ഇട്ടില്ല. ഓരോരുത്തരും ഓരോ പറയുന്നുണ്ട്, പ്രസ്ഥാനങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് പല മേഖലയിൽ ഊന്നി പറയുന്നുണ്ട്. മേൽപ്പാലത്തിൻ്റെയാണ് വെഞ്ഞാറമൂട് ഏറ്റവും അത്യാവശ്യം വരേണ്ടത്. നാറ്റിങ്ങൽ ബൈപ്പാസിന്റെ പണി നടക്കുകയല്ലേ. അത് നല്ല ഭരണം കാഴ്ചവെക്കണം ആരായാലും. അടുത്ത ഒരു ഭരണം വരാൻ പോകുന്നത് ഇപ്പോഴുള്ള ഭരണം പോലെ തന്നെ ആയിരിക്കുമോ, അതോ അതിലും മികച്ചതാകാൻ സാധ്യതയുണ്ടോ? അതൊരു മാറ്റം അനിവാര്യമാണ്. 5 വർഷം മാറി വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനം നടക്കുക. മറ്റല്ലേ ഏകാധിപത്യ ഭരണമായി പോകും. കാരണം മാറ്റം വരണമെന്നാണ് ആഗ്രഹം. ജനങ്ങളുടെ എല്ലാ അഭിപ്രായം അങ്ങനെ ആയിരിക്കും. യുവാക്കൾക്ക് തൊഴിൽ രംഗത്തും കാർഷിക രംഗത്തും കൂടെ ഒരു പുരോഗമനം ഉണ്ടാവണം. നാടിൻ്റെ വികസനം കുറെ കൂടി ഉണ്ടാവണം. അടുത്ത ഒരു പ്രധാനമന്ത്രി ആരാകാനാണ് സാധ്യത? ചോദിച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. യുവാക്കൾക്കും മൊത്തത്തിൽ ഒരു മാറ്റം വേണം. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കായിരിക്കും സാധ്യത തോന്നുന്നു. ഒരു സംസ്ഥാനം പോയിട്ട് ഒരു പഞ്ചായത്ത് പോലും ഭരിച്ച ഒരു കഴിവ് തെളിയിക്കാത്ത ഒരാളെ, അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ടും അവിടെയും ഒരു പരാജയം പോലെ ഒഴിവാക്കപ്പെട്ട ഒരാളെ നമുക്കൊരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഏൽപ്പിക്കാൻ സാധിക്കുന്നതാണോ? അല്ല, അദ്ദേഹം പഴയ ഒരാളല്ലല്ലോ. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. അദ്ദേഹം യാത്രകളൊക്കെ നടത്തി കുറെ കൂടി ജനങ്ങൾക്കെല്ലാം ഇറങ്ങിച്ചെന്നു ജനകീയനായി മാറിയിരിക്കുകയാണ്. പഴയ ഒരു രാഹുൽ ഗാന്ധി അല്ല എന്നാണ് വിശ്വാസം.
പണ്ടത്തെ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ഒത്തിരി മെച്ചപ്പെട്ടു എന്നാണ് പറയുന്നത്. തീർച്ചയായും ഒരുപാട് മാറ്റമുണ്ട്. ഒരു 100% മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജനകീയനായ ഒരു ജനപ്രതിനിധിയുടെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളില് എന്തൊക്കെ നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിലേക്ക് ഉറ്റുനോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് മെയിനായി യുവാക്കൾക്ക് തൊഴിൽ രംഗം, അതാണ് ഏറ്റവും വലിയ. യുവാക്കൾ പലതും പലയിടത്തല്ലേ തൊഴിൽ വാങ്ങാൻ പോകും. നമ്മളെ രാജ്യം വിട്ട് പുറത്തു പോകല്ലേ. അവരൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ തൊഴിൽ ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയാൽ എല്ലാവർക്കും ഒരു നേട്ടമായിരിക്കും. രക്ഷകർത്താക്കൾക്കും അവർക്കും ഒരു അത്രയും അടുത്തിരിക്കാമല്ലോ. യുവാക്കളെല്ലാം എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പലയിടത്തൊക്കെ വിദേശ കാനഡ അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവർക്കൊരു തൊഴിൽ എന്നുള്ളതാണ് നല്ല ഉത്തരം. അപ്പോൾ തൊഴിൽ നൽകാനായിട്ട് എന്തെങ്കിലും ഒരു മാജിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ, അതോ അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേക രീതി അല്ലെങ്കിൽ ഒരു പ്രത്യേക നയം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ പഠനത്തിൽ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരാൾ പറയുന്നത് തന്നെ നടപ്പാക്കണമെന്നില്ലല്ലോ. അത് നല്ല കാര്യങ്ങൾ ചെയ്താൽ വീണ്ടും അവർക്ക് ചുവടുറപ്പിച്ച് നിൽക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയല്ല. ഒരു ഭരണം വന്നാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്ത് നിൽക്കുമ്പോഴേക്കാൾ ഒരു ഭരണാധികാരി ആകുമ്പോൾ കഴിവ് കൂടുതലുണ്ടാവും എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് നാട്ടിൽ നടന്നിട്ടുള്ളതല്ല. കല്ലമ്പലമാണ്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാം. ഇവിടെ സ്ഥാനാർത്ഥികൾ മുരളീധരൻ, പിന്നെ ജോയി, അടൂർ പ്രകാശ്. ഈ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഓർക്കുമ്പോൾ അവര് മുൻകാലങ്ങളിൽ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അവരെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പൊ അടൂർ പ്രകാശ് നമ്മളെ ഈ നാവായിക്കുളത്ത് ESI ആശുപത്രി നല്ല രീതിക്ക് ഇപ്പൊ കെട്ടിയായിരുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ റോഡുകൾ, വെയിറ്റിംഗ് ഷെഡ്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഓർക്കാൻ? പിന്നെ മുരളീധരൻ നല്ലൊരാളാണ്. പിന്നെ പുള്ളി ജയിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ജോയി നമ്മളെ മണ്ഡലത്തിലെ MLA ആണ്, വർക്കല മണ്ഡലത്തിൽ. ഞാൻ വർക്കല മണ്ഡലത്തിലാണ് താമസിക്കുന്നത്. ജോയി കുഴപ്പമില്ല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ മുരളീധരൻ കൂടുതൽ വോട്ട് പിടിക്കും, അത് നമുക്ക് വിശ്വാസമാണ്. പിന്നെ 3 പേരും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. മുരളീധരൻ MP ആയിട്ടോ MLA ആയിട്ടോ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടോ? അല്ല, ഇപ്പോഴാണ് മുരളീധരൻ ഇവിടെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഈ നമ്മളെ ഈ വർക്കലായാലും ഈ പാർലമെന്റ് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ മത്സരിക്കാത്തോണ്ട് നമുക്ക് അത്ര അറിയത്തില്ല. മത്സരിച്ചില്ലെങ്കിലും 5 കൊല്ലമായിട്ട് MP-യും മന്ത്രിയൊക്കെ ആണല്ലോ, രാജ്യസഭ എന്നുള്ള MP-യും മന്ത്രിയും ഒക്കെ ആണല്ലോ. ആ നിലയിലെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതായിട്ടുള്ള ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പൊ റോഡ് അവിടെ ഈ മേൽപ്പാലങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വരുന്നല്ലോ, കല്ലമ്പലം സൈഡിന്. അത് ഈ മുരളീധരനാണ് കൊണ്ടുവന്നതാണെന്നാണ് അറിയുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. ആ മണമ്പൂര് ആ ഏരിയയിലും അവിടെ ഒരു മേൽപ്പാലം വരുന്നത്, അത് മുരളീധരനാണ് കൊണ്ടുവന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. അത് MP നമ്മളെ ഇവിടെ മത്സരിച്ചില്ലെങ്കിലും അങ്ങനെ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങളല്ലേ. അദ്ദേഹം നല്ല നല്ല ആളാണ് എന്ന് ചേട്ടൻ പറഞ്ഞു. നല്ല ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിനകത്ത്, എന്തുകൊണ്ടാണ് ഒരാളെ നമ്മൾ അങ്ങനെ നല്ല ആളാണെന്ന് പറയുന്നത്? നല്ല ആളാണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരിക്കലും കേട്ടിട്ടില്ല. അത് എന്തെങ്കിലും അഴിമതി ഉണ്ടെന്നുള്ളത് ഇതൊരിക്കലും കേട്ടിട്ടില്ല. അതിനെ കൊണ്ടാണ് നല്ല ആളാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പൊ ഈ അടുത്ത ഒരു 5 വർഷത്തേക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനങ്ങൾ ഈ 3 സ്ഥാനാർത്ഥികൾ ആരെങ്കിലും നൽകിയ നമ്മുടെ ഈ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ലോക്സഭയിൽ ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ ഒരു നിലപാടെടുക്കും, അങ്ങനെ ഈ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടോ? അങ്ങനെ അത് 3 പേരും പറയുന്നുണ്ട്. അത് ഇലക്ഷൻ വർക്കിന്റെ ഇതായിട്ട് ഒരു പറയുന്നതാണ്. അത് ജയിച്ചു കഴിഞ്ഞ ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ അവര് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ? ആ, മുക്കാഭാഗവും വിശ്വാസങ്ങളുണ്ട്. നമ്മുടെ പെട്രോളിന്റെ വില 50 ആക്കും എന്ന് പറഞ്ഞതിന് എന്താ സംഭവിച്ചത്? അതിനെപ്പറ്റി അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിന്റെ വില അതും
ഇപ്പോൾ 1000 ആയി. പണ്ട് 400 കിടന്നത്. അതും ഒരു പ്രശ്നമല്ലേ അത്? അല്ല, ഇപ്പൊ നമുക്ക് ഈ പാവങ്ങൾക്ക് ഈ ഇപ്പൊ ഈ 5 വർഷം നമുക്ക് അരി സൗജന്യമായിട്ട് തരുമെന്ന് പറഞ്ഞായിരുന്നു. അത് നേരത്തെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. പാവങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെട്ട കാര്യമാണത്. അല്ല, റേഷൻ അരി പണ്ട് നമുക്ക് കിട്ടാറില്ല. അതിപ്പോ സൗജന്യം അല്ലെങ്കിൽ 1 രൂപയ്ക്കും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ അരി? അല്ല, അന്ന് നമുക്കിപ്പോ 20 കിലോ അരി നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. അന്ന് 2 രൂപയെങ്കിലും കൊടുക്കും. ഇന്നിപ്പോ നമുക്ക് 1 പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് അരി കിട്ടുന്നുണ്ട്. എത്ര കിലോ കിട്ടുന്നത് 20 കിലോ അരി കിട്ടുന്നുണ്ട് സൗജന്യമായിട്ട്? സൗജന്യമായിട്ട്. പിന്നെ മണ്ണെണ്ണയ്ക്ക് മാത്രമേ പൈസ എടുക്കുന്നുള്ളൂ. മാവിനും പൈസ നമുക്ക് കൊടുക്കണ്ട. മാവും അരിയും ഗോതമ്പ് അതൊക്കെ നമുക്ക് സൗജന്യമായിട്ടാണ് തരുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ഈ നോട്ട് നിരോധന കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നായിരുന്നു? അത് പാവങ്ങളെ നമുക്ക് അത് കുഴപ്പമില്ല. നമ്മൾ അന്നന്ന് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന നമ്മൾ കഴിക്കുന്നവരാണ്. അപ്പോഴ് നമ്മൾ അന്ന് തന്നെ അതൊക്കെ തീരുമല്ലോ. അപ്പോൾ ഈ നിരോധനമായിട്ട് നമുക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ പെട്ടെന്ന് പ്രഖ്യാപിച്ചത് തൊഴിലും ഒക്കെ അടച്ചുപൂട്ടാനൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? കോവിഡ് സമയത്ത് നമുക്ക് കിറ്റുകളും സൗജന്യമായിട്ട് കിട്ടിയല്ലോ. അത് കേന്ദ്രത്തിൽ നിന്നാണല്ലോ മുക്കാഭാഗവും നമുക്ക് കിട്ടുന്നത്. ഈ ഇവിടെ കേരള സർക്കാർ നമുക്ക് പകുതിയല്ലേ തരുന്നുള്ളൂ. ഇവിടെ അവിടെ നിന്നല്ലേ നമുക്ക് കൂടുതൽ. അതിനുശേഷം നമുക്ക് കിറ്റുകൾ ഇപ്പോഴത്തെ ഓണത്തിന് തന്നെ ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാത്തോണ്ടായിരിക്കും നമുക്ക് കിറ്റുകളൊന്നും പാവങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം ഒന്ന് മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോഴും നമുക്ക് ജോലിക്കും കൂലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്നവർക്ക് നമുക്ക് അതൊന്നും കിട്ടാറില്ല. ചേട്ടാ നമസ്കാരം. ഇത് സ്ഥലം ഏതാ? ഇത് വെഞ്ഞാറമൂട് വയ്യേറ്റ്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാവോ? അതിനകത്തേക്ക് അറിയാം. അടൂർ പ്രകാശ്, ബി മുരളീധരൻ. BJP ബി മുരളീധരൻ. ഇവരെ നമുക്ക് അറിയാവുന്ന പറയുമ്പോൾ ഇവരുടെ മുൻകാലങ്ങളിൽ ചെയ്ത എന്തെങ്കിലും ഒന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുള്ളത് ഈ ഓരോ സ്ഥാനാർത്ഥിക്കും ഉള്ളതെന്നോ എന്തെങ്കിലും ഓർമ്മയിലോട്ട് വരുന്നു? മുരളീധരൻ പുതിയ സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥി പുതിയതാണ്. ആദ്യമായിട്ടിരിക്കുകയാണ് ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ അടൂർ പ്രകാശ് കഴിഞ്ഞ MP ആണ്. ഇവിടെ ഒന്ന് പുരോഗമനമായിട്ടൊന്നും നമുക്ക് എടുത്തു പറയാക്കില്ല. പിന്നെ ചില ലൈറ്റൊക്കെ കുഞ്ഞൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശിന്റെ സംഭാവന ഇതാണ്. പിന്നെ വല്ല ആരെങ്കിലും മരിക്കുമ്പോഴൊക്കെ വന്നു പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യം ഇവിടെ ചെയ്തതായിട്ട് നമുക്കാർക്കും അറിയില്ല. വി ജോയിയെ സംബന്ധിച്ച് എന്താണ് നമുക്കറിയാമോ? കുറിച്ച് നല്ല അഭിപ്രായമാണ്. അഴൂര് പഞ്ചായത്തിലൊക്കെ MLA ആയിട്ട് ഇരുന്നിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. വിജയ സാധ്യത അയാൾക്ക് തന്നെ എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം, ഇവിടെയുള്ള അഭിപ്രായം. നല്ലൊരു നേതാവാണെന്ന് പറയുന്നു. നമ്മൾക്ക് അനുഭവത്തിലൊന്നും വന്നിട്ടില്ല ഇതുവരെ. ആറ്റിങ്ങൽ അസംബ്ലിയിലാണ് MLA ആയിട്ട് ജയിച്ചത്. അടുത്ത 5 വർഷങ്ങളിൽ എന്ത് ചെയ്യുമെന്നാണ് ഈ ഇവര് തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വാഗ്ദാനങ്ങളോ ഇവരുടെ നയം എന്തെങ്കിലും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു മുൻപന്തി നിൽക്കും. ബിജോയി ജയിക്കുമെങ്കിൽ പീഡനമല്ലേ നടക്കണം ഇവിടെ. മതന്യൂനപക്ഷങ്ങളെ പീഡനമാണ് നടത്തുന്നത്. മോദി ഗവൺമെന്റ് പീഡനം തന്നെ നടത്തണം. മറ്റുള്ളവരുടെ ഒരു നിലപാട് എന്താണ്? അവരൊക്കെ അഭിപ്രായമൊന്നുമില്ലല്ലോ. BJP എന്ത് പറഞ്ഞാൽ കോൺഗ്രസ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. BJP എന്ത് പറഞ്ഞാൽ അതിനെതിരായിട്ട് കാലത്ത് BJP പറയും, വൈകുന്നേരം കോൺഗ്രസ് പറയും. ഇതിന്റെ ഒരു അഭിപ്രായം. വേറെ ആരും മാറ്റമൊന്നും കാണുന്നില്ല, ഒരു മാറ്റം കാണുന്നില്ല. രണ്ടുപേരെ അഭിപ്രായം തന്നെ പറയുന്നു. ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു ആഗോള അല്ലല്ലോ, ഒരു ഇന്ത്യ എമ്പാടുമുള്ള ഒരു നയത്തിന്റെ ഒരു നിലപാടാണ്. ഇല്ലായിരുന്നല്ലോ മോദി ഗവൺമെന്റ് തന്നെ ഈ മതന്യൂനപക്ഷങ്ങളെ കൂട്ടിമുട്ടിപ്പും വർഗീയത എല്ലാം വളർച്ചെടുക്കുന്ന അവർ തന്നെയാണ്. അപ്പൊ ആ ഒരു വിഷയത്തില് കേരള ജനത എന്തായിരുന്നല്ലോ അത് ഒറ്റക്കെട്ടായിരിക്കും. ആ ഒരു വിഷയം കേരള ജനത നിൽക്കും. അപ്പൊ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങള്, വികസനം, ജോലി, പണപ്പെരുപ്പം, ഇതൊക്കെ അതിൽ മുങ്ങിപ്പോകും. കേരളത്തിന് ഇപ്പം കേന്ദ്രം ഒന്നും കൊടുക്കണില്ലല്ലോ. ചെന്ന് കേസ് പറഞ്ഞില്ലേ വല്ല വാങ്ങിക്കണത്, അല്ല കിട്ടൂലല്ലോ.
എല്ലാ സംസ്ഥാനങ്ങളെയും ഗതി ഇത് തന്നെ, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും ഗതി ഇത് തന്നെ. വേറെ ഒന്നുമില്ല. ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്രദമായ ഒരു കാര്യമൊന്നുമില്ല. അവര് പണം സമ്പാദിക്കുന്നു, ഇലക്ഷൻ നടത്തുന്നു, ഇത്ര തന്നെ. വേറെ ഒന്നും ജനങ്ങൾക്ക് കൊണ്ടൊന്നും ചെയ്യണില്ല. എത്രയും പാവപ്പെട്ട ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നിലയാണ്. എത്രയും വേക്കൻറ്റുകൾ ഇറങ്ങുന്നവർക്കെങ്കിലും തൊഴിലവസരങ്ങൾ കൊടുക്കുന്നില്ല. അല്ല, തൊഴിലവസരങ്ങളുടെ വേക്കൻസി ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മളെ കണ്ടത് തിരുവനന്തപുരത്തല്ലേ ഭയങ്കരമായ സമരങ്ങൾ തൊഴിലന്വേഷണം. സംസ്ഥാനത്തിൽ ഒരു ജോലി കൊടുക്കുന്നത് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും? ഒരു സംസ്ഥാനത്തിന് എത്ര ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റും? പരിധിയുണ്ടല്ലോ. സംസ്ഥാനത്തുള്ള ജനങ്ങൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റണ്ടേ? ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ കൊണ്ട് പറ്റുമോ? ഇവിടെ റാങ്ക് ലിസ്റ്റുകാരൊക്കെ മൊത്തം പണിയെടുത്ത് ഏതെങ്കിലും ഒരു ചരിത്രം കേരളത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലുണ്ടോ? വിദ്യാസമ്പന്നർ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളെ കേരളം. ജോലി കൊടുത്ത് ആർക്കെങ്കിലും ഒരു സന്തോഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പരമാവധി അവരെ കൊണ്ട് പറ്റുന്നുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് പരമാവധി ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു ഭരണം നമുക്ക് ബിജോയ്ക്ക് ഒരു ഇടപെടാൻ പറ്റുന്ന ഒരു ഭരണമാണ് വരുന്നതെങ്കിൽ കേരള ഗവൺമെന്റിന് കൂടുതലായിട്ട് കടമെടുക്കാൻ അനുവദിക്കും എന്നുള്ളതായിരിക്കും. എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇത് കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുത്താൽ മാത്രം മതി. അവിടെ നിന്ന് നമുക്ക് ഓരോ സംസ്ഥാനത്തിന് കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമല്ലോ. ഇപ്പൊ കടം കൂടുതലെടുത്താൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ബാധ്യത വരുന്നത്. ഇപ്പൊ ഏത് ഗവൺമെന്റിന് കടമെടുത്താലും ഈ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അതിന്റെ ബാധ്യത വരുന്നത്. ഇന്നല്ലേ നാളെ ആയിരുന്നല്ലോ. കിട്ടാനുള്ള അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമുക്ക് കിട്ടാത്തത്? ഇപ്പൊ അങ്ങനെയുള്ള 7,000 കോടി കിട്ടാൻ ഉണ്ടെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു സത്യമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കും. 87,000 കോടി രൂപ നികുതി പണമായിട്ട് കേരളത്തിന് സംസ്ഥാനത്തിന് കിട്ടാനുണ്ടെന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും കുറച്ച് സത്യാവസ്ഥ ഇല്ലാതെ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കാൻ പറ്റൂലല്ലോ. അതെങ്ങനെ പറയാം? ഇല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ എനിക്ക് പൈസ തരാനില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ തരാണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ലല്ലോ. നിശ്ചയിക്കാൻ പറ്റുമല്ലോ. അത്രയും വലിയ തുക കേരളത്തിന് തരാനുള്ളത് അവകാശപ്പെട്ടത് പണം കിട്ടാനുള്ളതാണ് ഇവിടുത്തെ ഗവൺമെന്റും ജനങ്ങളും പ്രതിനിധികളും പറയുന്നത്. അതല്ലേ നമുക്കറിയാവൂ. നമുക്ക് വേറെ നമ്മളിത് കേൾക്കുന്നു, വാർത്ത കേൾക്കുന്നു, പത്രം വായിക്കുന്നു, ഇത് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിച്ചാൽ പറഞ്ഞിരിക്കും. തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? ജോയി ജയിച്ചു. ഞാൻ കറക്കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. ജോയി ജയിച്ച് കറക്കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. ജോയി ജയിച്ച് ഉറപ്പാക്കി സാറേ. ജോയി ജയിച്ച് എന്താണ് കാരണം ജയിക്കാൻ? AKGMS, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് അവര് പണ്ട് മുതലൊക്കെ ആരോടാക്കി കായംകുളം KPS പാട്ടുപാടി. പഴയ ഒരു ചരിത്രത്തിന്റെ ബലത്തിലാണോ ഇപ്പൊ ജയിക്കുന്നത്? അല്ല, അതിലേക്ക് വേണ്ട സായിമാറായിട്ട് ഇവിടുന്ന സിനിമയിൽ പോണത്. സായിമാറില്ലേ ഇവിടുന്ന സിനിമയിൽ പോണത് ആരുണ്ടാക്കി? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രലു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. മോഹങ്ങൾ മരവിച്ചു, മോതിരക്കൈ മുരടിച്ചു, മനസ്സു മാത്രം മുരടിച്ചില്ല, ദുഃഖഭാരം ചുമക്കുന്ന ദുശകൂലമാളുകൾ ചില്ലുമേടയിലിരുന്നല്ലേ കല്ലെറിയല്ലേ കല്ലെറിഞ്ഞാലേ KPS ചേച്ചി സായിമാറല്ല അവിടുന്ന്. ആ ഒരു പഴയ ഒരു ചരിത്രം ഇപ്പൊ ഇന്ന് ജോയിയെ ജയിപ്പിക്കുമെന്നാണോ പറയാ? ജോയി ജയിപ്പിക്കാൻ. ചേട്ടാ, ഈ സ്ഥലം ഏതാ? ഇത് ഈ സ്ഥലത്തിന്റെ പേരാണ് പിരപ്പങ്കോട്. ഇത് ഏത് ലോക്സഭ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയോ? സ്ഥാനാർത്ഥി 3 പേരുണ്ട്. മുരളീധരൻ, ജോയി, അടൂർ പ്രകാശ്. ഈ 3 സ്ഥാനാർത്ഥികളെ നേരത്തെ അറിയാവുന്നതാണോ? ഈ 3 സ്ഥാനാർത്ഥികളെ അറിയാവുന്ന ആൾക്കാരെയല്ല. അപ്പൊ ഇവരുടെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇവരുടെ എന്തെങ്കിലും ഒരു മുൻകാല നല്ല കാര്യങ്ങൾ ചെയ്ത് ചെയ്തതിനെ കുറിച്ച് ജനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല സത്യം. പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്.
അവരുടെ പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അവരെ ഫണ്ട് ഉപയോഗിച്ച് പലതും ചെയ്തതായിട്ട് അവർ പറയുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ അത്? പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് നമ്മളെവിടെയെങ്കിലും ഒന്നും ചെയ്തതായിട്ടുള്ള ഒരു ഓർമ്മയുമില്ല. ജോയി എന്ന് പറയുന്നത് MLA ആയിരുന്നു, MP അല്ല. അപ്പൊ നമ്മളിപ്പോ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് കണ്ടിട്ടാണ് നമ്മളിപ്പോ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? തീരുമാനിക്കുന്നത് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പാർട്ടി ജയിക്കണം എന്നൊരു ആഗ്രഹം എനിക്കൊണ്ട് ഞാൻ ആ പാർട്ടിക്ക് വോട്ടും ചെയ്യും. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ചേട്ടൻ്റെ വോട്ട്. എന്ത് സംഭവിച്ചാലും അത്രയോ. ഇപ്പോൾ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എണ്ണം കുറവാണ്, അതുകൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ. അത് കാര്യമല്ല, അതിപ്പോ ഉള്ളവരാവട്ടെ, കഴിഞ്ഞാൽ ഒന്നല്ലേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ചിലവ് കൂടുതൽ 10 സീറ്റെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം വലിയ ഒരു പാർട്ടിയെക്കാളും നല്ലത് ചെറിയ കുറെ പാർട്ടികളുടെ കൂട്ടത്തിലുള്ളതാണെന്ന്. അല്ല, ഇപ്പൊ കേരള കോൺഗ്രസ് സഖ്യം എന്ന് പറയുന്നത് തന്നെ 10-32 പാർട്ടികൾ ചേർന്നുണ്ടാക്കിയുള്ളതല്ലേ. അപ്പം ഇത് ഇവരിപ്പോ നിന്നാലും ഇപ്പൊ അവർക്ക് ഭൂരിപക്ഷം കുറവായിട്ട് തോന്നി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഇപ്പൊ ഇതേതാ സ്ഥലം? ഇതേതാ? ഇത് വെമ്പായം മണിക്കൽ പഞ്ചായത്തിലെ വെമ്പായം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് അപ്പുറത്ത് കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്? പിന്നെ കോൺഗ്രസിന് അടൂർ പ്രകാശ് സിറ്റിംഗ് MP, പിന്നെ അടുത്തത് നമ്മളെ B മുരളീധരൻ കേന്ദ്രമന്ത്രി, പിന്നെ ജോയി CPM-ന്റെ. 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്, നല്ല ചാൻസും ഉണ്ട്. എന്നാലും ഉപയോഗമുള്ളവർക്ക് വോട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളതെന്നാണ് നമ്മളെയൊക്കെ അഭിപ്രായം. ഇവര് നല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഇവരുടെ എന്ത് മുൻകാല പ്രവർത്തികളാണ് ഈ ഓരോരുത്തരുടെയും ഒന്ന് എടുത്തു പറയാൻ പറ്റും? അവരെ ചെയ്ത എന്തെങ്കിലും 1-2 പ്രവർത്തികൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് എടുത്തു പറയാൻ പറ്റും? അവർ നല്ലതാണെന്ന് നമ്മൾ പറയുമ്പോൾ. പ്രേമേന്ദ്രൻ നല്ല വ്യക്തിയാണ്. പുള്ളി ജയിച്ചെന്നും പറഞ്ഞ അവിടെ വല്ല ചെയ്യാൻ പറ്റുമോ? ഇല്ല, പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റും. നല്ല വ്യക്തിയാണ് പ്രേമേന്ദ്രൻ. പക്ഷെ നല്ല വ്യക്തി ഒരാളുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഭരിക്കുന്ന പാർട്ടിയിലൂടെ നിൽക്കണം, എന്നാലേ ഉപയോഗമുള്ളൂ. ഒരു മന്ത്രിയെങ്കിലും ആയാലല്ലേ ഉപയോഗമുണ്ട്. ചുമ്മാ നല്ല MP എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, BJPയുടെ കൂടെ 300ഓളം MP-മാരുണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാരെയും പിച്ചക്കാരാക്കിയില്ലേ? ഇപ്പൊ നോട്ട് നിരോധിച്ചു, ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും പിച്ചക്കാർ. ഇത്രയും MP-മാരുണ്ടായിട്ട് കാര്യങ്ങളെല്ലാം ബാങ്ക് വഴിയാവുന്നു, മറ്റേ കള്ളപ്പണമൊക്കെ നിരോധിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, ഈ നോട്ട് നിരോധനം നടത്താതെ ഈ ബാങ്കിലോട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുകയില്ല. രാജ്യം ഇപ്പൊ ഒരുപാട് വ്യത്യാസം മാറി വന്നിട്ടുണ്ടല്ലോ. സമ്പദ്ഘടന നമുക്കൊക്കെ സാധാരണക്കാരനെ ഇല്ലാതെ ഉള്ളൂ, ബാക്കിയുള്ള നല്ല മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കണ്ടില്ലേ, നമ്മളും പത്രങ്ങളും മാധ്യമങ്ങളും കാണുന്നില്ലേ? രാജ്യത്തിന്റെ കുഴപ്പമൊന്നുമില്ല, കേരളത്തിനേ ഉള്ളു കുഴപ്പം, വേറെ. വെമ്പായം ഇവിടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാ? UDF-ന് അടൂർ പ്രകാശ്, LDF-ന് V ജോയി, BJP-ക്ക് മുരളി, കേന്ദ്രമന്ത്രി മുരളി. ഈ 3 സ്ഥാനാർത്ഥികളെ നമുക്ക് ഏകദേശമൊക്കെ അറിയാവുന്നവരാണല്ലോ. അപ്പൊ അവര് മുൻകാലങ്ങളിൽ ചെയ്ത ഓരോ സ്ഥാനാർത്ഥികളും ചെയ്ത എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഉണ്ടോ? അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ 5 വർഷം ഇവിടെ ഇരുന്നതാണ് അടൂർ പ്രകാശ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. മറ്റേ ആള് പുതുതായിട്ട് ഇപ്പൊ നിൽക്കുന്നതാണ്. എടുത്തു പറയാൻ ഇവിടെയൊക്കെ കുറെ വെയിറ്റിംഗ് ഷെഡുകൾ, ഐമാക്സ് ലൈറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ, നമ്മളെ അറിവിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, ഈ പ്രദേശങ്ങളിലല്ലാതെ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു സ്ഥാനാർത്ഥികൾ ഇവിടെ ആദ്യമായിട്ട് നിൽക്കുന്നവരാണ്. ജോയി MLA ആണ്, ഇപ്പോഴും നിലവിൽ MLA ആണ്. ഇവിടെ എല്ലാം വർക്കല MLA ആണ്. BJP-യുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അവർ വേറെ ഇവിടെ എന്ത് ചെയ്യാന്? അവരെ മണ്ഡലമൊന്നും അല്ലായിരുന്നല്ലോ. ഇവിടെ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ആ ഒരു കഴിഞ്ഞ കാല ജീവിതത്തില് സമൂഹത്തിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും 1-2 കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയത്തില്ല. എന്തെങ്കിലും ഈ സ്ഥാനാർത്ഥികൾ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? പേഴ്സണലായിട്ടൊന്നും പറയാനില്ല. പക്ഷെ പൊതുവായിട്ട് പറയാനുള്ള ഒരു ഗൗരവമായ ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. MP-മാർക്ക് നിശ്ചിതമായ ഫണ്ടുണ്ട്. ഏത് സ്ഥാനാർത്ഥിയെ ജയിച്ചാലും നിശ്ചിതമായ ഫണ്ട്.
അത് ചെലവഴിച്ചേ പറ്റുള്ളൂ. അതൊക്കെയാണ് ഇവിടെയൊക്കെ ചർച്ച ആവുന്ന വികസനം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും വികസനത്തിന് പഞ്ചായത്ത് മെമ്പറുണ്ട്, MLA ഉണ്ട്, പ്രാദേശിക വികസനത്തിന്. MP-മാരുടെ ധർമ്മം ഇതല്ല. MP-മാർക്ക് അതിനേക്കാളും വളരെ സീരിയസ് ആയ കാര്യങ്ങളുണ്ട്. ഭരണഘടന സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട് മാറ്റങ്ങൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യുക, അത് പാർലമെന്റിലെ ചർച്ചകളിൽ പങ്കാളിയാവുക, നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുക, അതുപോലെ നാഷണലും ഇന്റർനാഷണലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് വേറൊരു തലത്തിലേക്ക് മാറണം. ആ നിലവാരമുള്ള സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിൽ ഇല്ലാത്തതുപോലെ പ്രാദേശികതയാണ് പൊതുവിൽ പറയുന്നത്. മുരളീധരൻ സഹമന്ത്രിയാണെങ്കിൽ പോലും ഒരുതരം കേരള വിരുദ്ധതയാണ് എപ്പോഴും ഉള്ളത്. അദ്ദേഹം മറ്റേ ജോയിയെ സംബന്ധിച്ച് പുള്ളി വർക്കല ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു വിജയം വന്ന ആളാണ്. അടൂർ പ്രകാശ് ഈ നാട്ടുകാരനല്ലെങ്കിലും ഈ പറയുന്ന വികസനമൊക്കെ പ്രാദേശിക ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഫണ്ട് കൊണ്ട് ലൈറ്റ് ഉണ്ടാക്കുക, ഇതൊക്കെ ഉണ്ടാക്കുക, അതൊന്നും അല്ല വേണ്ടത്. പാർലമെന്റിലുള്ള പ്രതികരണം പ്രതീക്ഷിച്ച നിലവാരത്തിൽ ഉയർന്നിട്ടില്ല. സാറ് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് പറഞ്ഞത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭാവി, രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, അതൊക്കെ ചർച്ച ചെയ്ത് ഏറ്റവും മികച്ച ഒരു പരിഹാരം കണ്ടെത്തി രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് MP-മാരുടെ ഒരു ധർമ്മം. അപ്പൊ ആ നിലയിൽ ഞാൻ ഇതുവരെയും ഒരു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ആ ഒരു വിഷയം ഉയർന്നു വരുന്നതായിട്ട് ഞാൻ കേട്ടില്ല. ആദ്യമായിട്ട് സാറിന്റെ ഒരു മുഖത്തു നിന്നാണ് അത് കേൾക്കുന്നത്. അതിലുള്ള സന്തോഷമുണ്ട്. അതിന് ചില റീസൺ ഉണ്ട്. അത് ഈ ചിന്ത, മനുഷ്യൻ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം ഫീഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെ മസ്തിഷ്കം. ഇത് നമ്മൾ ഈ പറയുന്ന ചുറ്റുപാടുകളിലുള്ള ചാനലുകൾ, വാർത്താ മാധ്യമങ്ങൾ കുറെ ഇൻഫർമേഷൻ മനുഷ്യരുടെ മനസ്സിൽ ഫീഡ് ചെയ്യുക. അവരുടെ ചിന്താമണ്ഡലം ആ ഫ്രെയിമിനകത്ത് ഒതുങ്ങും. അതുകൊണ്ട് തന്നെ മരണ വീട്ടിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക, കല്യാണ വീട്ടിൽ പോവുക, ഇതൊക്കെയാണ് നേതാക്കന്മാരുടെ ധർമ്മമെന്ന് പൊതുജനം തെറ്റിദ്ധരിച്ച് വെച്ചേക്കുക. അങ്ങനെ അത് ജനത്തിന് കിട്ടുന്ന ഇൻഫർമേഷന്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തില് മനുഷ്യ അടിമത്തമുള്ള സമയത്ത് അവന്റെ ഫിസിക്കലി അടിമത്തമാണ്. മറ്റേ നമ്മുടെ ഗ്രീസിലും റോമിലൊക്കെ ഉണ്ടായിരുന്ന അടിമത്തത്തില് ഫിസിക്കൽ അടിമത്തമാണ്, മനസ്സ് സ്വതന്ത്രമാണ്. ഇന്ന് സത്യം പറഞ്ഞ ഈ ക്യാപിറ്റലിസം ഈ മീഡിയകളെ വിലക്ക് വാങ്ങിയിട്ട് ആ മീഡിയകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് ന്യൂറോളജി, മനഃശാസ്ത്രമൊക്കെ വെച്ചിട്ട് മനുഷ്യന്റെ മനസ്സിനെയാണ് നിയന്ത്രിക്കുന്നത്. എങ്ങനെ ചിന്തിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രെയിം ചെയ്യാൻ പറ്റും. അത് നോർമൽ ചിന്തകളല്ല ശരി. അതുകൊണ്ടാണ് ജനം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ജനത്തിന്റെ കുറ്റമല്ല, അത് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം. രാജ്യം നേരിടുന്ന ഒന്ന് രണ്ട് ചലഞ്ചസ്, അടുത്ത നയങ്ങള്, അതായത് ഇപ്പൊ അടുത്തതായിട്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാല് 1 ഇന്ത്യ 1 ഇലക്ഷൻ, അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ആയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നടന്ന പോലെ ഒരു ഇലക്ഷൻ ഇനി നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കുമോ? ഇങ്ങനെ ഈ ഒരു ഇന്ത്യ ഒരു ഇലക്ഷൻ എന്നൊക്കെയുള്ള ഒരു രീതിയിലോട്ട് പോകുന്നത് നല്ലതാണോ? അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായമുള്ളത്? അത് നമ്മുടെ ഇത്രയും ബൃഹത്തായ രാജ്യത്തിൽ ചില അപ്രായോഗികതകളുണ്ട്. അതായത് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പറയുന്ന പോലെ ക്രമസമാധാന പ്രശ്നം ഒരു സ്റ്റേറ്റിൽ തകർന്നു പിരിച്ചുവിടേണ്ടി വരുമ്പോൾ അവർക്ക് ബൈ ഇലക്ഷൻ നടക്കണം. പിന്നെ അപ്പൊ തന്നെ ബ്രേക്കായി, 1 ഇന്ത്യ 1 ഇലക്ഷൻ ബ്രേക്കായി. ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ കൂറുമാറ്റം എന്തെങ്കിലും വെച്ചിട്ട് ചില ഭരണം ഒരിക്കലും തുടർത്ത് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ ഇലക്ഷൻ വേണ്ടി വരും. അപ്രായോഗികമാണ് അത് യഥാർത്ഥത്തിൽ, അല്ലാതെ വേറെ അതിൽ പ്രശ്നമില്ല. പിന്നെ ഈ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് ചില മൂലധന ശക്തികൾ, പ്രത്യേകിച്ച് ഗുജറാത്തിലെ പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ട് തന്നെ കേന്ദ്രീകരിക്കപ്പെടുക. അവര് ഒരു ഭൂരിപക്ഷത്തിന്റെ എന്ന് അങ്ങനെ പറഞ്ഞുകൂടാ എങ്കിലും പോലും അത്തരത്തിലുള്ള ഒരു 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 വർഗീയമായ അല്ലെങ്കിൽ വംശീയമായ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതും ഈ ക്യാപിറ്റലിസം കൂടെ മിങ്കിൾ ചെയ്ത് ഈ പോകുന്ന ഈ അവസ്ഥയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളായ കോടതി അല്ലെങ്കിൽ മാധ്യമങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്യാപിറ്റലിസം കൊണ്ട് മാധ്യമങ്ങളെ തന്നെ കൂച്ചുവലം കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഇൻഡയറക്റ്റ് ആയിട്ട്. അതുപോലെ ED, ഇങ്ങനെ ഓരോ ഏജൻസികളെ കൊണ്ട്
ഭരണഘടനയുടെ ഓരോ ശിലകളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇലക്ട്രോണിക് വളരെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം വരുന്ന ഒരു കാലത്ത് ടെക്നിക്കലി നമ്മുടെ ഇലക്ഷൻ ഈ സാധനത്തിനെ അട്ടിമറിക്കുക എന്നുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഒരു ഇലക്ഷന്റെ ബാഹ്യരൂപം നിലനിൽക്കും എങ്കിലും തകരാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ ഈജിപ്തിൽ മുസ്ലിം മുബാറക്ക് ഭരിക്കുന്ന ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ നടക്കും, ജനങ്ങളെല്ലാം പുള്ളിക്ക് എതിരാണ്. 90% ജനങ്ങളും എതിരാണ്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ 95% വോട്ടും പുള്ളിക്കായി. അത്തരം ഒരു പ്രഹസന ജനാധിപത്യം നിലനിൽക്കും. നമ്മൾ ഭയക്കേണ്ടത് ഈ രാജ്യം ഈ വൈവിധ്യത്തിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് തകരും. കാരണം ഇന്നത്തെ പൊളിറ്റിക്കൽ ഇന്ത്യ ബ്രിട്ടീഷുകാർ സൃഷ്ടിയാണ്. ഇപ്പോ നമ്മുടെ വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ ചോള സാമ്രാജ്യത്തിൽ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്ത, ഇപ്പൊ അശോകന്റെയും കനിഷ്കന്റെയും അക്ബറിന്റെയൊക്കെ സാമ്രാജ്യത്തിൽ സൗത്ത് ഇന്ത്യ ഇല്ല. ഇത്തരത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ പോലും നമ്മൾ തിരുവിതാംകൂർ ഇല്ല, ജുനഗഡ് ഇല്ല, ഹൈദരാബാദ് ഇല്ല. അപ്പൊ ഇന്നത്തെ പൊളിറ്റിക്കൽ ഇന്ത്യ ബ്രിട്ടീഷുകാർ തരുന്ന പോലത്തെ ഒരു മാപ്പാണ്. ഈ വൈവിധ്യം പോലെ നിലനിന്നത് കൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. അതിന് ഏകശിലയിലേക്ക് മാറുമ്പോൾ ഉപദേശീയതകൾ ഉണ്ടാകും. ഈ ഉപദേശീയതകൾ സംഘർഷത്തിലേക്ക് പോവുകയും രാജ്യം ചിലപ്പോൾ ഈ ഭൂപടം ഇതേപോലെ നിലനിൽക്കണമെന്നില്ല. ഇത് വലിയൊരു അപകടം പിടിച്ചാണ്. ഈ അപകടം പൊതുവിൽ ജനം വിചാരിച്ചു വെച്ചേക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവം എന്നാണ്. പക്ഷെ അല്ല, ഏറ്റവും കുറച്ച് ഉപദ്രവവും ന്യൂനപക്ഷങ്ങൾക്കായി മാറും വളരെ ദീർഘമായ ഒരു കാലത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഏകശിലാപരമായ ഒരു സംസ്കാരം ഇന്ത്യക്ക് ഇല്ല. ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമില്ല. അത് ബ്രിട്ടീഷുകാരുടെ പ്രയോഗം. ഇവിടെ ശൈവം, വൈശേഷികം, ശാക്തേയം, പിന്നെ ശൈവം, വൈഷ്ണവം, വൈശേഷികം, ചാർവാകം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ദർശനങ്ങളാണ്. ഇതിന്റെയൊക്കെ ഗ്രൂപ്പാണ്. ബുദ്ധൻ, ജൈന, ഒരുപാട് സാധനങ്ങളുണ്ട്. അതിന്റെയൊക്കെ പിന്തുടർച്ച പല രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ പതുക്കെ പൊളിഞ്ഞ് പുല്ലിലേക്ക് വരും, ഭിന്നത ഉണ്ടാവും. ഈ പറയുന്ന പോലെ വൈദിക മതം മാത്രം എന്നുള്ള ഒരു ഏകശില അങ്ങനെ നിൽക്കൂല. ഇത് ന്യൂനപക്ഷങ്ങളൊന്ന് ഒതുങ്ങി മാറുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിന് കാരണം ഇത്രയും വൈവിധ്യം ഉള്ളതാണ്. നമുക്കൊരു അപരനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കൂ. അങ്ങനെ ഐഡിയോളജി വെച്ചിട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭരിക്കുന്നവർ തന്നെ ഈ വർഗീയത എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. വേറെ ഒന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ഭരണപരമായ പരാജയം ഉള്ളത് കൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്നിച്ചു നിർത്താൻ വേറെ മാർഗമൊന്നുമില്ല, അധികാരം നിലനിർത്താൻ വേറെ മാർഗമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. കാരണം ഈ ജനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ ഒരു ഭരണകൂടത്തിനും പറ്റൂല, സോഴ്സ് ഇല്ല. അതുകൊണ്ട് വർഗീയത വളർത്തുക, ജനങ്ങളെ ഒരു വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയിൽ കൊണ്ട് വോട്ട് നേടിപ്പിക്കുക, തുടർച്ചയായിട്ട് ഭരിക്കുക, സുഖമാണ്. ഈ ഏകശില സിദ്ധാന്തം അല്ലെങ്കിൽ എല്ലാം ഒന്നുപോലെ വേണം എന്ന സിദ്ധാന്തം പണ്ടേ ഒരു തകർന്ന ഒരു സിദ്ധാന്തമാണ്. അത് ശാസ്ത്രീയ ഫിസിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാലും തകർന്ന ഒരു സിദ്ധാന്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഭൂലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലാക്ക് ഹോളുകളുണ്ട്. ആ ബ്ലാക്ക് ഹോൾ എല്ലാത്തിനെയും ആകർഷിച്ച് അതിലേക്ക് ഒന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നായി ഒരു സ്ഥിതി കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ച് വീണ്ടും പലതായി തീരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ മാണിസാറിന്റെ സിദ്ധാന്തം. വളരും തോറും പിളരും, പിളരും തോറും വളരും, ആ ഒരു സിദ്ധാന്തം. അങ്ങനെ പല രീതിയിലും, അതുപോലെ രാജ്യങ്ങളായാലും മതങ്ങളായാലും ഒന്ന് എന്നതിലേക്ക് ഒരിക്കലും എത്തുകയില്ല. അത് നമുക്ക് കാലാന്തരത്തോളം ഒരു തെളിയിക്കപ്പെട്ട ഒരു സിദ്ധാന്തം. ഒരു സംഭവം എന്ന് വെച്ചാല്, നമ്മള് ധർമാധർമ്മ സംഘർഷം അല്ലെ യുദ്ധം എന്ന് പറയുന്ന മഹാഭാരതത്തില് പുറത്തുനിന്നാരുമില്ല, ഒരു കുടുംബമാണ്, ഒറ്റ കുടുംബമാണ്. കൗരവരും പാണ്ഡവരും ഒരു കുടുംബത്തിലുള്ളതല്ലേ. ഇതേപോലെ ഈ സംഘർഷം ശരിയാണ്, അങ്ങനെ വരും. ഒന്നിച്ചെന്ന് പറയുന്ന പോലെ സംഘർഷം ശരിക്കും ഇപ്പം അബ്രാഹമ റിലീജിയൻ എന്ന് പറയുന്ന റിലീജിയനുകളും, അതായത് ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂത, അതിന്റെ പല സാധനങ്ങളെ അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്, ഒറ്റ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതിനേക്കാളും കോടിക്കണക്കിന് വൈജാത്യങ്ങളാണ്. ഇവിടുത്തെ പ്രാദേശിക ദൈവങ്ങൾ,
മാടം മറുത കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറഞ്ഞ സാധനം ചില പലതിനും ബുദ്ധ ജൈനമത പഴയ ബാക്കിലോട്ട് പോകുമ്പോൾ അങ്ങനെ ബന്ധങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏകമാക്കാൻ നോക്കുന്നതോടുകൂടി തന്നെ ഇത് ഭിന്നിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന നരവംശാസ്ത്രമായിട്ടും നമ്മുടെ DNA സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ അല്ലെ ഏതായാലും പ്യുവർ ഒരു ജനറ്റിക് ഇല്ല. ഒരു ആര്യനത് അങ്ങനെ ഒരു സാധനം ഇല്ല. ആണ്ടമോർ സമൂഹത്തിലെ മറ്റേ കാട്ടിലൊക്കെ ജീവിക്കുന്ന അവരാറ്റേ മാത്രമേ ഉണ്ടാവുള്ളൂ പ്യുവർ. അങ്ങനെ ഒരു പ്യൂരിറ്റി ഇല്ല. ഇപ്പൊ ആരും കോടി വർഷങ്ങള് മനുഷ്യർ തമ്മിൽ മിങ്കിൾ ചെയ്ത് അങ്ങനെ ശുദ്ധതയോ അശുദ്ധതയെന്നും പറഞ്ഞ ഒരു സാധനം ഇല്ല. ഇല്ലാത്ത ഒരു സാധനത്തിനെ കുറിച്ചാണ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. വൈവിധ്യം ഇങ്ങനെ ഈ തകർന്ന ഒരു സിദ്ധാന്തത്തെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഏകാധിപത്യ സ്വഭാവമുള്ളവർ വീണ്ടും അതിനെ പ്രണയിക്കുന്നത്? എന്തുകൊണ്ടാണ് അവര് താൽക്കാലികമായിട്ടുള്ള അധികാരം, രാജ്യം നശിച്ചാലും വേണ്ടില്ല, എൻ്റെ ജീവിതകാലം എനിക്ക് അധികാരം വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണോ? അതല്ലാതെ ഇവർ ശരിക്കും പറയുന്ന പോലെ ഒരു വംശീയ സ്നേഹം കൊണ്ടോ രാജ്യസ്നേഹം കൊണ്ടോ ഒക്കെയാണോ? അതോ താൽക്കാലികമായിട്ടുള്ള ഒരു അധികാരം ജനങ്ങളെ ഒരു ആവേശത്തിൽ നിർത്തുക, ആ ഒരു ഉദ്ദേശം മാത്രമാണ്? ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ജർമ്മനിയിലെ അല്ലെങ്കിൽ മൊസോളിനിയുടെ ഇറ്റലിയുടെ കാര്യം പറയുന്ന പോലെ വ്യക്തിനിഷ്ഠമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദാഹരണത്തിന് മേദിയോ അല്ലെങ്കിൽ നമ്മുടെ ഗുജറാത്ത് അല്ല UP മുഖ്യമന്ത്രി ആദിത്യനാഥോ മാറിയെന്ന് കരുതിയോ അവരങ്ങ് നാളെ വനിഷായി പോയെന്ന് കരുതി അതിന് പകരം വേറെ ഒരാൾ വരും. അത് ഐഡിയോളജിയാണ്. സത്യത്തിൽ വ്യക്തിനിഷ്ഠമാണെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അത് വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന തന്നെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് കുറയ്ക്കുന്ന സാധനം. ഇത് ഐഡിയോളജിക്കലാണ്. അത് ഐഡിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിറ്റ്ലറുടെ ആ കാലത്ത് തന്നെ സംഘപരിവാറിന്റെ എനിക്ക് സവർക്കറാണ് ഇവർക്ക് ആട്ടമാൻ ദ്വീപിലേക്ക് വെച്ചിട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അത് മുതലേ വംശീയത യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 അല്ലേ? ആ സ്വാതന്ത്ര്യ സമരത്തില് ഇവിടെ അന്ന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഗൾ വംശത്തിന്റെ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട രാജാക്കന്മാർ അല്ല അവരുടെ വംശത്തിലുള്ളവർ ഹിന്ദു എന്ന് പറയുന്നവരുടെ ഭൂരിഭാഗം പേരും ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടത്തിയതോടുകൂടി ഇവരിങ്ങനെ നിന്നാൽ ഈ ഇന്ത്യക്കായി ബ്രിട്ടൻ എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ നേരിയ കുഞ്ഞൊരു രാജ്യം, അവർക്കൊരിക്കലും ശക്തി കൊണ്ട് ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഭാഗങ്ങളോ വലിയൊരു ഭാഗങ്ങൾ ഭരിക്കാനുള്ള ശക്തി ഫിസിക്കൽ ശക്തി ഇല്ല. സത്യത്തിൽ തന്ത്രങ്ങൾ കൊണ്ടാണ് അവർ നിന്നത്. അപ്പൊ ഈ ഒന്നിച്ച് നിന്നാല് ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരിട്ട വിത്താണ്, ചരിത്രപരമായി അവരിട്ട വിത്താണ്. അവരിവിടെ മാത്രമല്ല ഇട്ട് ഒരുപാട് സ്ഥലം ലോകത്തിന്റെ പല ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഈ വിത്തുകളാണെന്ന് വളരുന്നേ. അതുകൊണ്ടാണല്ലോ അവര് ജനസംഖ്യയില് ബുദ്ധനും ജൈനനും പാഴ്സിയും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും അല്ലാത്തവരെ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്നത് ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു നിരീശ്വരവാദി എല്ലാം ഹിന്ദു ആവും, മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഹിന്ദുവാണ്. അങ്ങനെ പറഞ്ഞാൽ ഇൻഡസ് വാലി എന്ന് പറയുന്ന പ്രദേശത്ത് അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഫ്രെയിം എടുത്തതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിലേക്ക് അങ്ങോട്ട് പോകുമ്പം അവരുടെ ബുദ്ധിയാണ്, ഭിന്നിപ്പിന്റെ ആ ബുദ്ധിയാണ്. അത് നമ്മളെ പ്രസന്റ് ടൈമിൽ ഇതിന് ഒരു സെയിൽസ് വാല്യൂ ഉണ്ട്. അധികാരം നിലനിർത്താൻ ഇതിനൊരു ഒരു 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 സാധ്യത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തേതായ ചില വിശ്വാസങ്ങളും ഗോത്രസങ്കല്പങ്ങളും ഉണ്ട്. അത് DNA കിടക്കുന്നതാണ്. അങ്ങ് മാറ്റാൻ ജാതിയോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകുന്ന സാധനം. അതിലേക്ക് അടിക്കുക എന്ന് പറയുമ്പോൾ അധികാരം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്ന് പറയുമ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ചാർവാകം, വൈശേഷികം, ബൗദ്ധം, ജൈനം, ശാക്തേയം, ശൈവം, ഇങ്ങനെ പല വിശ്വാസങ്ങളെയും ഒന്നിപ്പിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഫ്രെയിമാണ് ഈ പറയുന്നത് വൈദേശിക മതമാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ ഇതുപോലെ മാർക്സിസം പോലെ സിദ്ധാന്തങ്ങളെയും അവരന്യരാണെന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം മാറ്റി നിർത്തുമ്പോൾ ഇവരെ ഒന്നിപ്പിക്കാൻ പറ്റും. അതൊരു സ്ഥായിയായ അധികാരത്തിനുള്ള കുറുക്ക് വഴിയും കൂടിയാണ്. കാരണം വെച്ചാൽ ഈ ഇത്രയും ജനസംഖ്യ ഉണ്ട്, ഇവർക്ക് വേണ്ട ഫെസിലിറ്റി കൊടുത്ത് ഭരിക്കുക എന്ന് പറയുന്ന ഇച്ചിരി ശ്രമകരമായ കാര്യം തന്നെയാണ്. അപ്പോ മാത്രമല്ല അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഇലക്ഷൻ വന്നാൽ അതിന്റെ തൊട്ടു മുന്നുള്ള 1-2 ആഴ്ചയിലെ വൈകാരിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരു ഭരണാധികാരിയും ഈ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ട് ഞാൻ ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് വിശ്വസിക്കില്ല. യഥാർത്ഥത്തിൽ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ജനമാണ്, ഭരണാധികാരി അല്ല. ജനം അങ്ങനെയാണ്.
ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാവൂ. ഇവരെ വൈകാരികമായിട്ട് മുതലാക്കിയാലേ ഈ ഭരണ തുടർച്ച പറ്റുമോ. പക്ഷേ ഈ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് അതിന്റെ പേരിൽ വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വന്ന ഉദാഹരണങ്ങൾ ഈ ഡൽഹിയിലുണ്ടല്ലോ. അവിടെ ഇപ്പം 3 തവണയായിട്ട് ഒരാള് അദ്ദേഹം മതവും ഒന്നും പറഞ്ഞല്ലോ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞല്ലേ അദ്ദേഹം വോട്ട് പിടിക്കുന്നു. അങ്ങനെയും ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയില്ലേ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഡൽഹി ഒരു മെട്രോ സിറ്റിയാണ്, ജീവിത നിലവാരം ഉയർന്നതാണ്, വിദ്യാഭ്യാസം കൂടുതൽ. ഇന്ത്യയെ സംബന്ധിച്ച് പലയിടത്തും നിരക്ഷരരായ ഒരുപാട് പേരുണ്ട്. നല്ലൊരു 10-35% കൂടെ നിരക്ഷരരാണ്. അവർക്കൊന്നും അത്രത്തോളം ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ പറ്റൂല. അവർക്ക് വികസനം പെട്ടെന്ന് ഒരു വൈകാരികത ഉണ്ടായി. എന്റെ ദൈവത്തിനെ മറ്റവൻ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങും. അങ്ങനെ അതിനെ അങ്ങ് വോട്ടാക്കുക എന്ന് പറയുന്ന ഈ വികസനത്തിനേക്കാൾ എളുപ്പമാണ്. പക്ഷെ വളരെ റിസോഴ്സ് കുറച്ച് ശക്തി, ഒരു പ്രചരണം മാത്രം മതി. പ്രത്യേകിച്ച് അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കുറുക്ക് വഴിയാണ് വർഗീയത എന്ന് പറയുന്ന, കുറുക്ക് വഴിയാണ്, എളുപ്പമാണ്. മറ്റത് സ്ട്രെയിനാണ്. സാമ്പത്തിക അടിസ്ഥാനപരമായിട്ട് തന്നെ വളർത്തണം. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വളർച്ച ഉണ്ടാവണം, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവണം, ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയും. ബംഗ്ലാദേശിനേക്കാളും താഴെയാണ് നമ്മൾ. ഒരു ഉദാഹരണം, ഇപ്പം ചൈനയൊക്കെ ബുള്ളറ്റ് ട്രെയിൻ, നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ചൈനയൊക്കെ ബുള്ളറ്റ് ട്രെയിൻ ഓടുന്ന കാലത്ത് നമ്മളിവിടെ 135 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിൻ കൊണ്ടുവന്നിട്ട് ഒരു 100ഓളം സ്ഥലത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതാണ് നമ്മുടെ അവസ്ഥ. അത് നമ്മൾ ആഘോഷിക്കുക. വിദേശത്തില് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് പോയി താമസിക്കുന്ന ജോലിക്കാരായ ഇന്ത്യക്കാർ വന്ന് കൂട്ടത്തോടെ ഇരുന്ന് ഹോയ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിശ്വഗുരുവായി എന്ന് പറയുകയാണ്. അവിടെ കോമാളിയാണ്. നമ്മൾ ഇപ്പൊ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ അമേരിക്ക ഉൾപ്പെടെയുള്ളിടത്ത് ഇന്ത്യക്കാർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിലെല്ലാം ഇന്ത്യക്കാരും വിദ്യാർത്ഥികളും അവമാനിക്കപ്പെടുകയാണ്. ഇദ്ദേഹത്തിന്റെ കോമാളിത്തരങ്ങാണ്. ഇത് ഈയിടെയായിട്ട് അടുത്ത കാലങ്ങളായിട്ട് ഇന്ത്യക്കാർ വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണങ്ങൾ ഒത്തിരി വർദ്ധിച്ചതായിട്ട് കേട്ടു. അപ്പൊ അതിനെ നമ്മളിങ്ങനെ നമ്മുടെ ഇന്ത്യ എന്നുള്ള വികാരം വിദേശങ്ങളിൽ അങ്ങോട്ട് ഉയർത്തുന്നത്, അപ്പൊ നമ്മളെ അവരിൽ നിന്നും വേർതിരിക്കാനും നമ്മളും അവരും ഇങ്ങനെ ഒരു രണ്ടായി വിഭജനം വിദേശത്ത് പോലും ഉണ്ടാക്കാനും, അങ്ങനെ നമ്മൾ തന്നെ വിഭജനം നേരിടുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് എത്തിക്കാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇങ്ങനെ പോയാൽ, ഒരു ഉദാഹരണത്തിന് ഗൾഫ് മേഖലകളിലൊക്കെ ജോലി എടുക്കാനാണ് പോകുന്നത്, അപ്പോൾ അവരൊന്നും കിട്ടാറില്ല. എന്നാലും ഗണ്യമായ ഒരു, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോലെ ആന്ധ്ര, കേരളം, ഗുജറാത്ത്, അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്ന് ഗണ്യമായ ഒരു വിഭാഗമുണ്ട് ജോലി ചെയ്യുന്നത്. അവരുടെ ഇൻകം അത്ര മോശമല്ല നമുക്ക് കിട്ടുന്നത്. അവർ ജോലി ചെയ്യുന്നു. ഓക്കെ, അതിനേക്കാളും അപകടം യൂറോപ്പ്, അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട്. UK ഇപ്പം ആ വംശത്തിലുള്ള ആള് പ്രധാനമന്ത്രിയാണ്. ഇത്രത്തോളം നമുക്ക് ഇന്ത്യക്കാർ മുൻ ഭരണാധികാരികളുണ്ടായ ഓപ്പൺ മൈൻഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സൗകര്യം. പക്ഷെ ഇത് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മളിങ്ങനെ നമ്മളായിട്ട് സംഘടിക്കും. ഒരു ഇന്ത്യക്കാരൻ വേറെ ഒരിടത്തെ പൗരത്വം നേടിയിട്ടും ഇന്ത്യയോടാണ് കൂറെന്ന് പറയുമ്പോൾ അവിടുത്തെ ദേശീയത തീർച്ചയായിട്ടും ഉണ്ടാകുകയും അവരുടെ ജനങ്ങള് ഇന്ത്യൻ ദേശീയത, ഇന്ത്യയുടെ എന്താ പറയുന്ന ഇന്ത്യൻ പാരമ്പര്യമുള്ള, എന്താ നമ്മൾ പറയുന്ന ഇന്ത്യൻ വംശത്വം ഉള്ള ആൾക്കെതിരെ അവിടുത്തെ ദേശീയത വളരും, അവിടുത്തെ ആൾക്കാർ തിരിയും. അപ്പൊ അവര് ഇവിടെയും ഇല്ല അവിടെയും അല്ലാതാകും. അതിന്റെ ഒരു അപകടം ശരിക്കും പറഞ്ഞാൽ സംഘപരിവാർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇവർക്ക് ഇന്ത്യയിൽ അധികാരം കിട്ടുന്നതിന് മുന്നേ അമേരിക്ക പോലുള്ള സ്ഥലത്തു നിന്നാണ് ഇവർക്ക് ഫണ്ടിങ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെ അവർക്ക് അത്രയും ഫണ്ടുകൾ കൊടുത്തവരുടെ പുതിയ തലമുറയായിരിക്കും ഇപ്പൊ അവിടെ ജീവിക്കുന്നത്. അവരുടെ മക്കൾക്ക് അപകടമായിരിക്കും, അവർക്ക് നിലനിൽപ്പില്ലാതാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓഷോ ശരാശരി ഇന്ത്യക്കാരെക്കാളും ജീവിത നിലവാരം ഉയർത്തി അവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ താലീസ് വിഷം കൊടുത്ത് കയറ്റി വെച്ചു 30 വർഷത്തിന് മുന്നേ. ഇത് ആവർത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളല്ല ചിന്തിക്കാനുള്ള, ഭൂരിപക്ഷം എന്ന് പറയുന്ന വൈദിക സനാതന ധർമ്മികളാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്. ഹിന്ദു എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഹിന്ദു എന്നുള്ള പ്രയോഗം അത് കോമൺ ആണ്, എല്ലാവരും ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. അവിശ്വാസിയും നിരീശ്വരവാദിയും ഈ ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യാനിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു വാക്കാണ്, അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ വാക്ക് ബോധപൂർവം ഉപയോഗിക്കാതിരുന്നത്. വളരെ ഗൗരവമായ വിഷയമാണ്
ഇന്ത്യയുടെ സുദീർഘമായ ഭാവിയെ അപകടപ്പെടുത്തുന്നതായോ. നമ്മളെ ബ്രിട്ടീഷുകാരെ ഇപ്പം നമ്മൾ ചർച്ചയ്ക്കിടയിൽ നമ്മൾ ബ്രിട്ടീഷുകാരെ നമ്മളെ ഭിന്നിപ്പിച്ചു അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. എങ്കിലും അന്നേരത്തെ അവരുടെ ഒരു ഭരണത്തെക്കുറിച്ച് ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവർ ഇന്ത്യക്കാരെ ഏകദേശം ഒന്നായി കണ്ടു എന്നാണ്. ഭിന്നിപ്പിക്കുന്നത് ചിലപ്പോൾ അവരുടെ തന്ത്രങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എങ്കിലും അവരുടെ ആ നിയമവ്യവസ്ഥയിൽ ഇന്ത്യക്കിലെ ജാതി വ്യവസ്ഥ അവർ കണക്കിലെടുത്തിട്ടില്ല. അവർ എല്ലാ ഇന്ത്യക്കാരെയും ഒന്നുപോലെ കണക്കിലെടുത്ത് നിയമങ്ങൾ നടപ്പാക്കുകയും അധസ്ഥിതർ പലരും കോടതിയിൽ പോയിട്ട് അവരുടെ എതിരെയുള്ള അന്യായങ്ങൾ അവർ അവസാനിപ്പിക്കുകയും ചെയ്ത ചില കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ താഴ്ന്ന ജീവിത നിലവാരമല്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കൊക്കെ പലയിടത്തും അതിക്രമങ്ങൾ നേരിടുമ്പോൾ അവർക്ക് നീതി കിട്ടുന്നില്ല. അവരുടെ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയോ, ഉദാഹരണത്തിന് ഒരു റേപ്പ് ചെയ്തപ്പെട്ട ഒരു കുട്ടിയെ അതിനെ കത്തിക്കുകയോ, അതിൻ്റെ വീടും വീട്ടുകാരെ അപ്പനെയൊക്കെ കത്തിക്കുക, അങ്ങനെയുള്ള പല പല അത്യാചാരങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു ബ്രിട്ടീഷ് ഭരണത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നൊരു കേട്ടുകേൾവി എനിക്കില്ല. അതേസമയം ബ്രിട്ടീഷ് ഭരണത്തിൽ അതുപോലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ കോടതിയിൽ പോയിട്ട് മേലാളന്മാരിൽ നിന്ന് നീതി നേടിയെടുത്ത കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നമ്മുടെ ഇന്ത്യ ജനാധിപത്യത്തിൽ അല്പം താഴോട്ടല്ലേ പോയിരിക്കുന്നത് എന്നൊരു സംശയം ഞാൻ ചോദിക്കും. വളരെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞ ഏറെക്കുറെ ശരിയാണ്. പക്ഷേ ചില പോർച്ചുഗീസുകാർക്ക് അങ്ങനെ ജനങ്ങളെ തദ്ദേശീയരെ മാറ്റി നിർത്തിയിട്ടിട്ടുണ്ട്. ഡച്ചുകാർക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർ പോലും ഇംഗ്ലീഷ് ഇന്ത്യക്കാരുമായിട്ട് വൈവാഹി ഒരു സുപ്പീരിയോറിറ്റി നിലനിർത്തുകയും ഇന്ത്യക്കാരുമായിട്ട് അധികം അങ്ങനെ വിവാഹബന്ധത്തിലൊന്നും അധികം ഒന്നും ഗണ്യമായൊന്നും ഏർപ്പെട്ടിട്ടില്ല. സുപ്പീരിയർ മൈൻഡിൽ തന്നെയായിരുന്നു. എങ്കിലും അവർ ഇന്ത്യയുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ അതേപോലെ അംഗീകരിച്ചിരുന്നില്ല. ഈവൻ മുഗളന്മാർ ഭരിക്കുമ്പോൾ പോലും ഇവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലിന്റെ അവരുടെ ആചാരങ്ങളെയൊന്നും അവർ തൊട്ടിട്ടില്ല. അങ്ങനെ ആ ഭാഗങ്ങളിൽ പോയിട്ടില്ല. രണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന അപ്പർ ക്ലാസ്, അതായത് നമ്മുടെ വിരാട് പുരുഷൻ അല്ലെങ്കിൽ ഋഗ്വേദത്തിന്റെ ഇതിൽ തലേന്ന് ജനിച്ചവൻ കാലിന്ന് ജനിച്ചവനെ താഴ്ത്തുക എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ജാതി എന്ന് പറയുന്നത് വളരെ DNA ലയിച്ചു ചേർന്ന് കിടക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് രാജാ റാം മോഹൻ റായ് ഒരു മുസ്ലിം മദ്രസയിൽ പഠിച്ചെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ അതും ബ്രിട്ടീഷുകാരുടേതായ അവരുടെ ലിബറലായ ഐഡിയകളും ഒക്കെ ചേർത്തിട്ടാണ് സതിക്കെതിരെയൊക്കെ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങുന്നത്. അദ്ദേഹം ബ്രാഹ്മണനാണെന്ന് തോന്നുന്നല്ലേ. പക്ഷെ ഈ ജാതീയ ഇത്രയും കുറച്ചെങ്കിലും ജാതി വ്യവസ്ഥ കുറച്ചെങ്കിലും പൊളിക്കാൻ ബ്രിട്ടീഷുകാരുടെ ഭരണം സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അവരുടെ ആണ് IPC. അത് 1862 IPC അല്ലേ നമ്മൾ ഇപ്പോഴും എന്താ ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മൾ അതിന്റെ പേരൊക്കെ ഒന്ന് മാറ്റി മിനുക്കി. അത്രയും കാലം നമ്മൾ ഫോളോ ചെയ്ത് നിന്നിരുന്ന ആ ഇന്ത്യൻ പീനൽ കോഡ് അതിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ, ഇതിലൊന്നും ഒരു ജാതീയമായ ഒരു വേർതിരിവ് അതിലൊന്നുമില്ല. എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഒരു നിയമവ്യവസ്ഥയല്ലേ അതിനകത്ത് അവർ കൈക്കൊണ്ടത്. അത് ശരിക്ക് നമ്മുടെ ഇപ്പം വാക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ ഇന്ത്യൻ IPS ഇപ്പൊ ഏറെക്കുറെ അതേപോലെ തത്തുല്യമായിട്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ആണെന്നൊക്കെ തോന്നുന്നു. ഏറെക്കുറെ IASന്റെ ഒക്കെ ഇപ്പോഴും സിലബസ് രണ്ട് രാജ്യത്തിലും ഒരുപോലെയൊക്കെ. ഇത് ഒരു തരം മുഗൾ നിയമത്തിന്റെയും തുടർച്ച പോലെയാണ്. മുഗൾ നിയമത്തിലെയും പല തഹസീൽദാർ ഇങ്ങനെ പല വാക്കുകൾ പോലും അതാണ്. തുടർച്ച ഉണ്ടല്ലോ, അതിനൊരു തുടർച്ച ഉണ്ട്. ആ തുടർച്ച ഇപ്പം ഒറ്റയടിക്ക് ആ തുടർച്ച തന്നെയാണ് നമ്മൾ ഇപ്പം അംബേദ്കറുടെ നേതൃത്വത്തിൽ കാരുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ആ തുടർച്ച വന്നിട്ടുണ്ട്. ആ ലിബറൽ മനോഭാവങ്ങൾ ഇവിടെ ഈ അംബേദ്കറെയൊക്കെ സ്വാധീനിച്ച് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറെക്കുറെ ഇന്ത്യയുടെ പൾസ് അറിഞ്ഞിട്ട് അതിന് പറ്റിയ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അല്ലാത്ത വലതുപക്ഷത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും ഇങ്ങനൊരു മുൻഗണന കിട്ടി 75 വർഷമെങ്കിലും രാജ്യം പോയി എന്ന് പറയുന്ന വലിയ അത്ഭുതം തന്നെയാണ്. കാരണം വെച്ചാൽ ആ ഒരു വൈവിധ്യങ്ങളെ അംഗീകരിച്ച് വൈവിധ്യങ്ങളിൽ കൂടെ എന്താ നാനത്വത്തിൽ ഏകൃത്വം. ഞങ്ങളൊക്കെ സ്കൂളിൽ പണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു പാഠത്തിന്റെ പേര് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നാനത്വത്തിൽ ഏകത്വം. അത്തരത്തിലൊരു ഭരണഘടനയും ഒരു നിയമവും ഒക്കെ ഉണ്ടായി ഈ രാജ്യം ഇതുവരെയെങ്കിലും പോയത്
ഈ പറയുന്ന പോലെ ഇതെല്ലാം നമ്മുടെ മുൻ ഭരണങ്ങൾ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഇവ ബ്രിട്ടീഷുകാരുടെ എല്ലാം. അല്ലെങ്കിൽ നമുക്ക് അറിയാലോ, ഈ കേരളത്തിൽ തന്നെ എത്രയോ രാജ്യങ്ങളായി. തിരുവിതാംകൂറിലൊക്കെ അടിമത്തം 1800 എത്ര നമ്മുടെ സേതു ലക്ഷ്മി ഭാവി അല്ലെ, ലക്ഷ്മി ഭായി അല്ല, മറന്നുപോയി, ഗൗരിബായി ആണെന്ന് തോന്നുന്നു അടിമത്തം നിലനിർത്തി. ചന്തയെ കൊണ്ടുപോയി മനുഷ്യരെ വിൽക്കുമായിരുന്നു 1800. അമേരിക്കയിലേക്ക് അടിമത്തം നിലനിർത്തിയിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇവിടെ അടിമത്തം ഉണ്ടായിരുന്നു. അടിമത്തം തന്നെ യഥാർത്ഥ മനുഷ്യരെ കച്ചവടം ചെയ്യുന്ന സാധനം ഉണ്ടായി. അതിഭീകരമായ വഴി നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ മുന്നിലുള്ള സാധനമല്ലേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനല്ലല്ലോ, വഴി കൂടെ നടക്കാൻ വേണ്ടിയല്ലേ. ആ വഴി കൂടെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാം നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയില്ല കീഴാളർക്കാണ് നടക്കാൻ പറ്റാതിരുന്നത്. അങ്ങനത്തെ വലിയ അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്നിക്കാൻ നോക്കിയാൽ ഇത് പിന്നെ ഈ അടിമത്തം എന്നുള്ളത് പുരാതന ഇന്ത്യയിലോ നിലനിന്നിരുന്ന സംവിധാനമാണോ അതോ ഈ ബ്രിട്ടീഷ് പാശ്ചാത്യ രീതി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടതാണോ ഈ അടിമത്തം എന്ന്? ശരിക്ക് എനിക്ക് തോന്നുന്ന യൂറോപ്പ് അങ്ങ് വേറെ അല്ലെങ്കിൽ ഏറെക്കുറെ ലോകത്തിന്റെ പല ഭാഗത്തിൽ അടിമത്തം നിലനിന്നിരുന്നു. മിഡിൽ ഈസ്റ്റിലായാലും അമേരിക്കയിലായാലും എല്ലായിടത്തും കുറച്ചൊരു പരിഷ്കൃതരായവർ അപരിഷ്കൃതരെ പിടിച്ച് നിയന്ത്രിക്കുക അവസ്ഥയിൽ അവരടിമകളാക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് അതിന് ആ അടിമത്തത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബലം വേണം, ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അടിമത്തം നിലനിൽക്കുള്ളൂ. അല്ലാതെ സ്പാർട്ടക്കസ് അല്ലെങ്കിൽ ഇത് പൊടിപ്പോകും. ഇന്ത്യയെ സംബന്ധിച്ചാണ് ഏറ്റവും ബുദ്ധിപരമായ ലോകത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം ഒരു ഫോഴ്സ് വേണ്ട, സ്വയം അംഗീകരിപ്പിക്കുകയാണ്. ഞാൻ ജനിച്ചത് എൻ്റെ ശാപം, എൻ്റെ കുഴപ്പം കൊണ്ടാണ്, എൻ്റെ മുൻജന്മ പാപം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്. മറ്റേ ആൾ അങ്ങനെ അല്ല, സുഹൃതം ചെയ്ത ആൾ ആ ആളിനെ അനുസരിക്കേണ്ട എൻ്റെ ഡ്യൂട്ടിയാണെന്നും നമ്പർ 1. താഴെയുള്ള ഓരോ ജാതിക്കാരും എനിക്ക് താഴെ വേറെ ജാതി ഉള്ളതുകൊണ്ട് ഞാൻ സുപ്പീരിയർ ആണെന്നുള്ള ബോധം കൊണ്ട് ഇത് ഒരു ബലപ്രയോഗം പോലും ഇല്ലാതെ തുടരുകയാണ്. അത് വളരെ തമാശയാണ് ഈ സാധനം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നിമിഷം കൊണ്ട് പൊട്ടി വന്നാൽ താഴെ ഉള്ള ഇത് അംഗീകരിക്കാതിരുന്നാൽ മതി. താഴെ എന്ന് പറയുന്നവന് ഞാൻ നിന്നെ അംഗീകരിച്ചപ്പോ എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്ന സാധനമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ അംഗീകരിക്കും. ശരിക്കും വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വൈദിക പാരമ്പര്യത്തില് ആര്യ ബ്രാഹ്മണ ആ പാരമ്പര്യത്തില് യാഗയജ്ഞമൊക്കെയാണ്. അവിടെ ക്ഷേത്രാരാധന എന്നൊക്കെ പറഞ്ഞ ഈ സൗത്ത് ഇന്ത്യൻ സാധനങ്ങളുടെ താവിടെ ഒരു സാധനത്തിന്റെ മെയിൻ സാധനം. എന്നിട്ട് എന്താ സംഭവിച്ചു? ഇവിടത്തെ ആരാധനാമൂർത്തികളുടെ പേര് തന്നെ ഈ അപ്പർ ക്ലാസ് ഇടുകയും അവരിതിന്റെ ആരാധനയുടെ ടോപ്പിലാകുകയും ചെയ്യും. എന്നിട്ട് ഇവരെ ഇതിൽ നിന്ന് പതുക്കെ തുടച്ചു മാറ്റുകയും ചെയ്യും. എന്താ ആരുടെ സാധനത്തിന് അത് തന്നെ വലിയ ബലപ്രയോഗം കൂടെ അതാണ്. കേരളത്തിലേക്ക് രാജാക്കന്മാരാ ക്ഷണിച്ചോണ്ട് വന്ന ബ്രാഹ്മിൺസ് 3-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ വന്നെന്ന് പറയുന്നെങ്കിൽ അവരും ആക്രമിച്ചൊന്നും വന്നതല്ല, ക്ഷണിച്ചോണ്ട് വന്നതാണ്. എന്നാൽ പോലും അവർക്ക് മറ്റുള്ളവർ മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കുകയാണ്. വീട്ടുകളിൽ കയറി ഇറങ്ങി നിങ്ങളുടെ ബീജം ഞങ്ങളുടെ വീട്ടുകളിൽ ജനിച്ചാൽ ഞങ്ങൾക്ക് എന്തോ സുപ്പീരിയോറിറ്റി കിട്ടുന്ന തരത്തിൽ വീടുകളുടെ വാതിലുകൾ തുറന്നിട്ട് പായ വിരിച്ചു കൊടുക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടായി. അങ്ങനല്ലേ മരുമക്കത്തായം ഉണ്ടാകുന്നത്. പിതാവാരെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ മരുമക്കത്തായം ഉണ്ടാകുന്നത്. അതിലാണ് ഈ ഇത് ജനിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരന് പ്രാധാന്യം വന്നു. ഇന്ന് പോലും അതിന്റെ ബാഹ്യമായ വിവാഹങ്ങൾ നിലനിൽക്കുന്നു. സഹോദരിയുടെ മക്കൾക്ക് കല്യാണം നടത്തി കൊടുക്കാൻ ഏറ്റവും കൂടുതൽ അമ്മാവന്മാര്, അമ്മയുടെ സഹോദരന് വലിയ സ്ഥാനം എന്നുള്ള സ്ഥലം ഇന്ന് ഏത് ജാതി മതത്തിലും ഇപ്പൊ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് സ്വാധീനമുണ്ട് കേരളത്തിൽ. അത്രയും പ്രബലമായിരുന്നു. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് ബലം അവര് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഇപ്പം ഈ അടുത്ത കാലങ്ങളിൽ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത കാലങ്ങളിൽ കാരണം അതുപോലെ തന്നെ ബലപ്രയോഗം ഇല്ല എന്നുള്ളതും ഈ അടുത്ത കാലങ്ങളിലെ വാർത്തകൾ നോക്കുമ്പോൾ തെറ്റാണ്. കാരണം കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തൂടെ നടന്നു. അതിനൊക്കെ ഇപ്പോഴും ഈ തമിഴ്നാട്ടിലും യു.പിയിലും ഒക്കെ ആൾക്കാരെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്നൊക്കെ ബലപ്രയോഗം ഇല്ലായിരുന്നെങ്കിലും ഇത് ചിലപ്പോൾ താഴ്ന്ന ജാതിക്കാർ അവരുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നതുകൊണ്ടാണ് അവർ അല്പം ബലം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നതും ഉടനെ അവരുടെ മേൽ അക്രമം ബലം പ്രയോഗിക്കപ്പെടുന്നത്. അതിന് ഇനി ഒരിക്കലും
പഴയതിലോട്ട് മടങ്ങിപ്പോക്കില്ല. അതാണ് സത്യമാണ്. ഇപ്പം അംബേദ്കർക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലൊക്കെ ഭരണഘടന ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇപ്പൊ ലളിത് എന്നുള്ള വാക്കുകയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ലളിത് അവരെ സംബന്ധിച്ച് ആവേശം തന്നെ. പക്ഷെ ഇത് അതിലാ വിദ്യാഭ്യാസം ഉള്ളവർ പ്രതിരോധിക്കുന്നത് പോലെ ഈ ബ്രാഹ്മണ്യത്തെ പ്രതിരോധിക്കുന്ന ഇന്ത്യയിൽ എൻ്റെ അഭിപ്രായത്തിൽ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവര് തന്നെയാണ് സൂക്ഷ്മമായിട്ട് പഠിച്ചത്. ഈവൻ സംസ്കൃതം ഉൾപ്പെടെ പഠിച്ചിട്ട് അവർ ശക്തമായി പ്രതികരിക്കുന്നത്. പക്ഷെ UP അല്ലെങ്കിൽ വേറെ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ സവർണരെന്ന് വിശ്വസിക്കുന്നവർക്ക് അധികാരത്തിന്റെ ഒരു ബലമുണ്ട്. അപ്പോൾ ഇനി താഴെ എന്ന് പറയുന്നത് അവർ സ്വയം അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങൾ താഴെയാണെന്ന് അംഗീകരിച്ചു കൊടുക്കി. അത് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസവും ഇന്ന് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആ ബൂസ്റ്റിങ് ഇതോടുകൂടി തകരും. കാരണം എന്ന് വെച്ചാൽ ഈ അപ്പർ ക്ലാസ് പലപ്പോഴും നോളജിനെ ഫ്രെയിം ചെയ്ത് അത് അവരുടെ തലമുറയിലേക്ക് മാത്രം പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കൊരു സുപ്പീരിയോറിറ്റി കിട്ടുന്നത്. ഇനി നോളജ് അങ്ങനെ മൂടി വെക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂഡൽ ഇങ്ങനത്തുള്ള സങ്കല്പങ്ങൾ കംപ്ലീറ്റ് തകരും. സമയത്തിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു സംശയം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഞാൻ 5 കൊല്ലത്തിന് ശേഷവും ഇതുപോലുള്ള ഇലക്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.